ഓക്കെ. ഹലോ ഗൈസ്, എല്ലാവർക്കും എന്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തിട്ടൊന്ന്. കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്ഷൻ ഇന്നത്തെ നമുക്ക് തുടങ്ങാം. ഓക്കെ, എല്ലാവർക്കും കാണാലോ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നലെ നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ലിസ്റ്റ് മാപ്പ് നോക്കി ഡാറ്റ അപ്പുറത്തെ പേജിലേക്ക് പാസ് ചെയ്യാൻ പഠിച്ചു മാപ്പില്. പിന്നെ നമുക്ക് ലിസ്റ്റ് വ്യൂ മാറ്റി ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ ഉപയോഗിച്ചു അല്ലെ, എഫിഷ്യൻസിക്ക് വേണ്ടി നമ്മ സ്പീഡ് ഒന്ന് കൂട്ടാൻ വേണ്ടി, ഒപ്റ്റിമൈസും ആക്കാൻ വേണ്ടി നമ്മുടെ ആപ്പ്. നമ്മുടെ ഇന്നത്തെ സെക്ഷൻ മെയിൻലി കവർ ചെയ്യുമ്പോൾ നമുക്ക് ഡ്രോയർ എന്നൊരു സാധനമുണ്ട്. ഈ ഡ്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഈ ഇവിടെ ഇപ്പൊ ഈ ഒരു ഹാംബർഗർ ഐക്കൺ ഇല്ലേ, ഇതിന് ഹാംബർഗർ ഐക്കൺ എന്ന് പറയും. അപ്പൊ ഈ സാധനം നെക്കുമ്പോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരുമല്ലോ, അതിനെ നമുക്ക് ഈ ഫോണ്ട് സൈസ് ഇനി കൂട്ടണോടാ, ഇത്രയും മതിയാ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഹാംബർഗർ ഐക്കൺ നെക്കി കഴിയുമ്പോ സൈഡിൽ നിന്ന് വരുമല്ലോ നമുക്ക് ഒരു ഓപ്ഷൻസ് ഒക്കെ ആയിട്ട്, അതിനെ നമ്മൾ ഈ ഡ്രോയർ എന്ന് പറഞ്ഞ സാധനം വിളിക്കണം. നമ്മ എന്താ വെബാണ് ചെയ്യണമെങ്കിലും മോസ്റ്റ്ലി കുറെ ആപ്പുകൾക്കും ഈ ഒരു ഫീച്ചർ ഉണ്ട്. അപ്പൊ നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാം ഫ്ലട്ടറിൽ. ക്വൈറ്റ് ഈസിയാണ്, വലിയ കാര്യമായ പണിയൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് ഹോം പേജിലായിരിക്കും. അപ്പൊ ആ ഹോം പേജിന്റെ ഫയൽ എടുത്ത് നമ്മുടെ ഹോം പേജ് ഡോട്ട് ആർട്ടില് അതിലെടുത്തിട്ട് നമുക്ക് സ്കാഫോൾഡ് ഉണ്ടല്ലോ, സ്കാഫോൾഡ് അല്ല നമ്മൾ ബോഡി എഴുതിയത്, ആ സ്കാഫോൾഡ് അവിടെ തന്നെ ഡ്രോയർ എന്നുള്ള സാധനമുണ്ട്. ഓക്കെ, ഡ്രോയർ നിൽക്കാം. ഡ്രോയർ മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കാണും വിഡ്ജറ്റ് ആണ് എടുക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഡ്രോയർ എന്ന് പറഞ്ഞ വേറെ വിഡ്ജറ്റ് ഉണ്ട്, ജസ്റ്റ് അത് വെക്കാം. ഓക്കെ, എടുക്കാം. ഈ ഡ്രോയർ എന്ന് പറഞ്ഞ വിഡ്ജറ്റ് ചൈൽഡ് എടുക്കും. ഇത്രയും എല്ലാത്തിനും സെയിം ആണ്. ഇനി നമുക്ക് എന്താ നമ്മുടെ ഇഷ്ടത്തിന് ടൈപ്പ് ഡ്രോയർ ഉണ്ടാക്കാം, എന്തൊക്കെ വ്യൂ ചെയ്യണം, എങ്ങനെയൊക്കെ വ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ യൂഷ്വലി ഒരു ഡ്രോയർ ഒക്കെ ഇങ്ങനെ ലിസ്റ്റ് പോലെ ആയിരിക്കുമല്ലോ ഡ്രോയർ ഇരിക്കണം, ഈ സൈഡിൽ കാണുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ ഡാഷ്ബോർഡ് ഡിസൈൻസിലൊക്കെ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ലിസ്റ്റ് വ്യൂ, ഓക്കെ, ലിസ്റ്റ് വ്യൂ ഉണ്ടാക്കി. ഞാൻ ചിൽഡ്രൻ ഉപയോഗിച്ചു. ഓക്കെ, ചിൽഡ്രൻ ഉപയോഗിച്ചിട്ട് ടെക്സ്റ്റ് ഉപയോഗിച്ചു. ഞാൻ ഡാറ്റ എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ ഇത്രയും കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ സേവ് ചെയ്യണേ, ഇത്രയും കൊടുത്ത് സേവ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഞാൻ ഡ്രോയർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു ചോദിക്കാൻ. പക്ഷെ എങ്ങനെ വർക്ക് ചെയ്യും? ഞാൻ ഈ ഐക്കൺ നെക്കിയ വർക്ക് ചെയ്യണില്ല അല്ലേ. കാരണം എന്താണ്, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഡ്രോയർ നെക്കുമ്പോ വന്നു നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷേ ഒരു ഗുണമുണ്ട് നമുക്ക് ഫ്ലട്ടറിൽ വരുമ്പോ. ഓക്കെ, നമ്മ ഇപ്പൊ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് കസ്റ്റം ആപ്പാണ്, നമ്മ തന്നെ ഉണ്ടാക്കിയ ആപ്പാണ്. ഓക്കെ, അതല്ലാണ്ട് ഫ്ലട്ടറിന്റെ തന്നെ ഒരു ആപ്പ് ബാർ ഉണ്ടല്ലോ, ഇന്നലെ നമ്മൾ നോക്കിയല്ലോ നമ്മ അടുത്ത പേജിലേക്ക് പോയപ്പോ. അപ്പൊ ആ സാധനമാണ് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ നോക്കിക്കോട്ടെ, കണ്ട ഒരു ഐക്കൺ ഓട്ടോമാറ്റിക്കലി വന്നണ്ട. സാധാരണ ഈ ഡ്രോയർ ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ആപ്പ് ബാർ ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു ഐക്കൺ കിട്ടില്ല. ഇപ്പൊ ഈ ഐക്കൺ വന്ന് അല്ലേ, നെക്കി നോക്കിയേ, കണ്ട സാധനം വന്നില്ലേ. അപ്പൊ സാധാരണ ആപ്പ് ബാറാ നിങ്ങൾ ഉപയോഗിച്ചെങ്കിൽ ആ ഒരു ഐക്കൺ അവിടെ വരും. ഓക്കെ, പിന്നെ ഈ ആപ്പ് ബാറിന് ഈ ഒരു സ്പേസിനെ നമ്മൾ ലീഡിംഗ് എന്ന് വിളിക്കും. ഈ ലീഡിങ്ങിന്റെ ഉള്ളിലാണ് ഇങ്ങനത്തെ ഐക്കൺസ് ഒക്കെ കയറി വരുന്നത്. ഓക്കെ, ഈ ലീഡിങ്ങിന്റെ ഇവിടെ നിങ്ങൾ വേറെ എന്തെങ്കിലും എടുത്തിട്ടെന്ന് ഓർത്തോ, ആ സാധനം പോവും. ഓക്കെ, ലീഡിങ്ങിന്റെ ഉള്ളിൽ ഒന്നും ഇട്ടില്ലെങ്കിൽ മാത്രമേ ഈ സാധനം വരുള്ളൂ കേട്ടാ. ഈ ലീഡിങ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഉള്ളിൽ എന്ത് സാധനം എടുത്തിട്ടാൽ, ഇപ്പൊ സൈസ്ഡ് ബോക്സ് ഒന്നും കാണിക്കാത്ത ഒരു സൈസ്ഡ് ബോക്സ് ആണെങ്കിൽ പോലും അവിടുത്തെ ഐക്കൺ ഡിസപ്പിയർ ആവട്ടെ. അപ്പൊ അത് നോക്കാം. ഓക്കെ, അപ്പൊ അത് എടുക്കട്ടെ. നമ്മ ഇപ്പൊ ഉപയോഗിക്കണം നമ്മുടെ കസ്റ്റമർ ആപ്പ് ആണ്. അപ്പൊ അതിലെങ്ങനെ കൊണ്ടുവരുമെന്ന് നമുക്ക് ആലോചിക്കാം അല്ലെ. അപ്പൊ അതിലാദ്യം കൊണ്ടുവരാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് കീ എന്ന് പറഞ്ഞ സാധനമുണ്ട്, കീ എലമെന്റ്. നിങ്ങൾ സ്കാഫോൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ട കീ എന്ന് പറഞ്ഞ സാധനം കാണും അല്ലെ. അതേപോലെ ഡ്രോയറിൽ നോക്കിയാലും കീ കാണും. അങ്ങനെ ഒറ്റമിക്ക ഫ്ലട്ടറിന്റെ തന്നെ സാധനത്തിന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലട്ടർ തന്നിരിക്കുന്ന വിഡ്ജറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും കീ എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കും അല്ലെ. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് നിങ്ങൾ വിചാരിക്കണ്ട. എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പർട്ടിക്കുലർ യൂസ് ചെയ്യണം. ഇപ്പൊ നമ്മ CSS HTML ബാക്ക്ഗ്രൗണ്ട് തന്നെ നമ്മ ID ഉപയോഗിക്കുമല്ലോ, അതൊക്കെ പോലെ തന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, കീ എന്ന് പറഞ്ഞു ജസ്റ്റ് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കീ. ഓക്കെ,
അപ്പൊ നമുക്ക് ആ കീ ഉപയോഗിക്കാം. അപ്പൊ ഈ സ്കാഫോൾഡിന്റെ കീ നമ്മൾ ഉണ്ടാക്കണം. അതാണ് നമ്മൾ ഇനി അടുത്ത നമ്മുടെ മെയിൻ ടാസ്ക്. ഓക്കെ, അപ്പൊ ഉണ്ടാക്കാൻ ജസ്റ്റ് ഈസിയാണ്. ജസ്റ്റ് ഓക്കെ, സ്കാഫോൾഡ് കീ എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ് കൊടുത്തു. ന്യൂ സ്കാഫോൾഡ് കീ എന്ന് പറഞ്ഞൊരു ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസ് ഇതിലേക്ക് കൊടുത്തു. ഇത്രയും മാത്രം മതി. ഇതാണ് നമ്മുടെ കീ ഉണ്ടാക്കാൻ, സ്കാഫോൾഡ് കീ. എന്നിട്ട് ഈ സാധനം ജസ്റ്റ് ഈ സ്കാഫോൾഡ് ഉണ്ടല്ലോ അതിന്റെ കീന്റെ ഇവിടെ ജസ്റ്റ് കൊടുത്താൽ മതി. മനസ്സിലായി? നിങ്ങൾ വിചാരിക്കും അയ്യോ അപ്പൊ ഇതേപോലെ എല്ലാത്തിനും കീ ഉണ്ടല്ലോ, ഈ സാധനം എല്ലാം പഠിച്ചു വെക്കണോ എന്ന് ആലോചിക്കും. പഠിച്ചു വെച്ചാൽ നല്ലത്, പെട്ടെന്ന് വർക്ക് ചെയ്യാം. പിന്നെ മറന്നു പോയി കഴിഞ്ഞാൽ പേടിക്കണ്ട. ലൈക്ക് ഗൂഗിളിൽ ഫ്ലട്ടറിന്റെ ഡോക്സില് നിറഞ്ഞിരിക്കുക ഇതിന്റെ എല്ലാത്തിന്റെ കീസും അല്ലെങ്കിൽ എല്ലാത്തിന്റെ ഇതേപോലെ കോഡ് സ്നിപ്പറ്റ്സ് ഒക്കെ നിറഞ്ഞിരിക്കുക. ജസ്റ്റ് ഒരു കാര്യം ആലോചിക്കുക, ഇത് ട്രൈ ചെയ്യുക യൂസ് ചെയ്യാൻ. ഓക്കെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അത് എങ്ങനെ ആ സംഭവം എങ്ങനെയാണ് നമുക്ക് സ്ട്രക്ചർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വട്ടം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മ കുറെ എററൊക്കെ അടിച്ച് ആകെ നമുക്ക് തന്നെ ഒരു ഭ്രാന്തായത് ഒരു മട്ട. മനസ്സിലായി? അപ്പൊ ട്രൈ ചെയ്യാം. എന്ത് വെബ്സൈറ്റിലുണ്ടല്ലോ നമുക്ക് അപ്പം മതിയല്ലോ എന്ന് ആലോചിച്ചിരിക്കരുത്, ട്രൈ ചെയ്യാം എന്തായാലും. ഓക്കെ, സ്കാഫോൾഡ് കീ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, സ്കാഫോൾഡ് കീ ഇവിടെ കൊടുത്തു. ഇനി അങ്ങനെ വരുത്തും അല്ലേ? അതാണ് ഇനി അടുത്ത ടാസ്ക്. അപ്പൊ നമ്മുടെ ആപ്പ് ബാർ എവിടെ? ഓക്കെ, ഇതല്ലേ നമ്മുടെ ആപ്പ് ബാർ. ആപ്പ് ബാറിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് ഈ മെനു എന്ന് പറഞ്ഞ ഈ സംഭവമാണ് നമ്മുടെ ഈ ഐക്കൺ അല്ലേ? അപ്പൊ ഇന്നലെ നമ്മ ബട്ടൺ ക്ലിക്കിന് എന്താണ് നമ്മൾ ചെയ്തത്? ജസ്റ്റ് ഡിറ്റക്ടർ എന്ന സാധനമല്ലേ ഉപയോഗിച്ച, അത് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, ഓൺ ടാപ്പ് ഇന്നലെ ഉപയോഗിച്ച സെയിം സാധനം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഓൺ ടാപ്പ് ഉപയോഗിച്ചു. ഓൺ ടാപ്പ് അറിയാലോ, ജസ്റ്റ് ഡിറ്റക്ടറിൽ ഒന്ന് ടാപ്പ് ചെയ്യും. ഇപ്പൊ ഇതിലാണ് നമ്മൾ ജസ്റ്റ് ഡിറ്റക്ടർ ടാപ്പ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോ ഈ ഓൺ ടാപ്പിലെ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അതാണ് ഓൺ ടാപ്പ്. കൂൾ. ഓക്കെ, അത് നമ്മ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ടാപ്പ് ചെയ്ത് അവിടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങാട് വർക്ക് ചെയ്യണം. എങ്ങനെ വേണം? നമുക്ക് എന്തായാലും ഇത് അങ്ങാട് കൊണ്ടുപോകാം. കാരണം നമുക്ക് ആ ഫംഗ്ഷൻ എങ്ങനെയാണ് ഈ സാധനം കിട്ടണം എന്നൊരു ഐഡിയ വേണമെങ്കിൽ വർത്തിക്കാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. നമുക്ക് നമ്മുടെ ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കസ്റ്റം ആപ്പ് ബാർ ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഓൺ ടാപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കാൻ പറ്റണം. ഓക്കെ, ഇപ്പൊ നമ്മ അവിടെ അടിച്ചല്ലോ, നമ്മ ഇപ്പൊ ഇന്നലെ ജസ്റ്റ് ഡിറ്റക്ടറിലൊക്കെ ചെയ്തു വന്നാണല്ലോ കുറെയൊക്കെ. അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെയും വരുത്തണം. ഓക്കെ, നമ്മള് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയ ആപ്പ് വിജിറ്റില് അല്ലെ, നമ്മുടെ ആദ്യത്തെ കസ്റ്റം വിജിറ്റില് അതെങ്ങനെ കൊണ്ടുവരുന്നതാണ് പ്രിറ്റി സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഇത് ഫംഗ്ഷൻ അല്ലേ? ഫംഗ്ഷൻ, അയ്യോ സോറി, ഓക്കെ, ഫംഗ്ഷൻ അല്ലേ? ഇത് ഇപ്പത്തേക്ക് വിടാം, ഇത് നമുക്ക് പിന്നെ ആലോചിക്കാം. പിന്നെ ഓക്കെ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഈ ബ്രാക്കറ്റ്, ഈ ഒരു റൗണ്ടഡ് ബ്രാക്കറ്റ് ഫംഗ്ഷൻ ആണല്ലോ ടൈപ്പ്. അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു വേരിയബിൾ ഉണ്ടാക്കണമല്ല ഫംഗ്ഷൻ ഉണ്ടാക്കാം. ഓക്കെ, ഫംഗ്ഷൻ പേര് കൊടുക്കാം. അപ്പൊ എന്താണ് ഓൺ ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് കൊടുക്കാം. ഓക്കെ, സാധാരണ വേരിയബിൾ ഉണ്ടാക്കുന്ന സ്ട്രിങ് ഉണ്ടാക്കുന്ന പോലെ ഫംഗ്ഷൻ ടൈപ്പ് കൊടുത്ത് പേര് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി ഇതിനെ നമുക്ക് അപ്പുറത്തേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര നേരം? ഇപ്പൊ അത് ഫംഗ്ഷൻ അല്ലാണ്ട് നിങ്ങൾ ആലോചിക്കാം, ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഈ കേസിൽ നമ്മ എങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്ന? നമ്മ കൺസ്ട്രക്ടറിന്റെ അവിടെ കൊടുക്കല്ലേ ചെയ്യണത് ഈ ഇമേജ് പാത്തിന് അല്ലെങ്കിൽ പ്രൈസിനൊക്കെ. സ്ട്രിങ് ആണെങ്കിൽ പാരാമീറ്റർ അതന്നെ. അപ്പൊ അതേപോലെ തന്നെ ഫംഗ്ഷന് ചെയ്യാം. ഓക്കെ, ഫംഗ്ഷൻ ആണ്, വേറെ ഇതിലുണ്ട്, അങ്ങനെ ഒന്നും ആലോചിക്കണ്ട. ഇതിനും അതേപോലെ ചെയ്യാം. എന്ത് സംഭവമാണ് വിഡ്ജറ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പാസ് ചെയ്യാം. ഓക്കെ, അപ്പൊ കസ്റ്റം ആപ്പ് ബാർ ഓക്കെ നമ്മ ഉണ്ടാക്കി കേളി ബ്രേസ് കൊടുത്തു അല്ലെ, ദിസ് ഡോട്ട് അല്ലെ ഓൺ ടാപ്പ്. നമ്മ ഇങ്ങനെ തന്നെയല്ലേ നമ്മ സ്ട്രിങ് ഇങ്ങനെ ചെയ്തത്, ഒരു വ്യത്യാസമില്ല. റെക്കോർഡ് ആണെങ്കിൽ റെക്കോർഡ് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഫൈനൽ എന്ന് പറഞ്ഞ സാധനം കൊടുക്കാം. അപ്പൊ ഇവിടുത്തെ ഒരു വാർണിംഗ് മെസ്സേജ് ഇത് പോവും.
ഫൈനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം ഇതിൽ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞ് റൺ ചെയ്യുമ്പോൾ ഒരു വട്ടം വാല്യൂ ഇനീഷ്യലൈസ് ചെയ്താൽ പിന്നെ ഒരിക്കലും മാറില്ല. അതാണ് ഫൈനലിന്റെ അർത്ഥം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഉപയോഗിക്കാതിരിക്കലൊക്കെ. ജസ്റ്റ് ആലോചിക്കാം, ഒരു വട്ടം അതിൽ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്താൽ പിന്നെ ഒരിക്കലും മാറില്ല കേട്ടോ. അപ്പൊ അത് ആലോചിച്ചിട്ട് ചെയ്യാം. നമ്മുടെ കോൺസ്റ്റ് പോലെ തന്നെ കോൺസ്റ്റ് എങ്ങനെയാണ്, രണ്ടാണ് കേട്ടോ. ഫൈനൽ കോൺസ്റ്റ് ഒന്നായിട്ട് നിങ്ങൾക്ക് കരുതരുത്. ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം നമ്മ റൺ ടൈമിൽ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു, പിന്നെ ആ റൺ ടൈമിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഒരു വട്ടം ആപ്പ് ഓൺ ആയി കഴിഞ്ഞ് അപ്പൊ ഫൈനലിൽ ഇപ്പൊ ഇതിന് വാല്യൂ ഓൺ ടാപ്പിൽ നമ്മൾ വാല്യൂ കൊടുത്ത് പിന്നെ അവന്റെ വാല്യൂ ഒരിക്കലും മാറില്ല. കോൺസ്റ്റിലാണെങ്കിൽ റൺ ടൈം നമ്മ ആപ്പ് ഉണ്ടാവുന്നതിന് മുമ്പേ നമുക്ക് നമ്മൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഒരിക്കലും മാറില്ല, എന്തോന്നാലും വാല്യൂ മാറില്ല. ഓക്കെ, അതാണ് കോൺസ്റ്റും ഫൈനൽ തമ്മിലുള്ള വ്യത്യാസം, മെയിൻ വ്യത്യാസം. ഓക്കെ, നമ്മ ഓൺ ടാപ്പ് കൊടുത്ത് ഇവിടെ ഹോം പേജിൽ വന്ന്, ഞാനിവിടെ ഹോം പേജിൽ ഇവിടെയാണല്ലോ ഞാനിവിടെ ഓൺ ടാപ്പ് എഴുതി, കണ്ട, വെരി സിമ്പിൾ. ഓക്കെ, ഇനി ഞാൻ സാധാരണ സ്ട്രിങ് അല്ലല്ലോ കൊടുക്കണ്ട, ഞാൻ സ്ട്രിങ് അല്ലല്ലോ കൊടുത്ത ഫംഗ്ഷൻ അല്ലേ, നമ്മൾ സാധാരണ ഫംഗ്ഷൻ ഉപയോഗിക്കണ പോലെ തന്നെയല്ലേ ഉപയോഗിച്ചാൽ മതി. ഈ സംഭവം ഈ ജസ്റ്റ് എഡിറ്ററിന്റെ ഫംഗ്ഷൻ സെയിം അല്ലേ, ഇങ്ങനെ തന്നെയാണ് സാധാരണ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു ഫംഗ്ഷന് ഇനീഷ്യലൈസ് ചെയ്യുക, ദിസ് ഡോട്ട് ഫംഗ്ഷന്റെ ആ പേര് കൊടുക്കുക, നിങ്ങൾ ഇവിടെ വർക്ക് ആവും. ബട്ട് ഒരു കുഴപ്പമുണ്ട്, ഇതിപ്പോ വർക്കിംഗ് അല്ല കേട്ടോ. കാരണം നമ്മ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട്. ഓൺ ടാപ്പ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യൂല. വേണമെങ്കിൽ ഞാൻ കാട്ടിത്തരാം എന്താണെന്ന് വെച്ചാൽ. ഇവിടെ പ്രിന്റ് ഒബ്ജക്റ്റ്, ഓക്കെ, ഞാൻ സേവ് ചെയ്തു. ഞാൻ പോയി ടാപ്പ് ചെയ്യണേനും മതി, കൈ വെച്ച് ടാപ്പ് ചെയ്യണേനും വർക്ക് ചെയ്യണില്ല, ഒന്ന് പ്രിന്റിലൊന്നും കാണിക്കണില്ലല്ലോ അല്ലേ. അതെന്താ വർക്ക് ചെയ്യാത്ത? ആക്ച്വലി ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടില്ല. അപ്പൊ അതെങ്ങനെ ചെയ്യും? ഇവിടെ അല്ലേ നമ്മൾ ഓൺ ടാപ്പിന്റെ ഫംഗ്ഷൻ കോൾ ആവണ ടാപ്പ് ചെയ്യുമ്പോ അല്ലേ. അപ്പൊ ഈ പേരിന്റെ പകരം കളയാം. ഈ ഓൺ ടാപ്പ് ഉണ്ടല്ലോ, ജസ്റ്റ് കോപ്പി ചെയ്തിട്ടാ മതി. ഇത്ര ഉള്ളു പണി, ജസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്തിട്ടാ മതി. ഇത് എങ്ങനെ വർക്ക് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ജിസ്റ്റ് ഡെറ്ററിനെ ഉണ്ടല്ലോ, നമ്മൾ സാധനം എന്താ ഇന്നലെ പഠിച്ചല്ലേ, ടാപ്പ് ചെയ്യുമ്പോ ഈ ഓൺ ടാപ്പ് ഫംഗ്ഷൻ വർക്ക് ആവും അല്ലേ. അപ്പൊ അതിന് നമ്മ എന്തെന്നാ കൊടുത്തിരിക്കണ, നമ്മുടെ ഈ ഫംഗ്ഷനാ കൊടുത്തിരിക്കണ അല്ലേ, ഓൺ ടാപ്പ് എന്ന് പറഞ്ഞിട്ട്. അതേതാണ്? ഇതല്ലേ ഓൺ ടാപ്പ് ഫംഗ്ഷൻ. അതിനെ നമ്മ അപ്പുറത്തേക്ക് വലിച്ചിട്ടുണ്ട് അല്ലെ, കസ്റ്റമർ ആപ്പിൽ നിന്ന് വലിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ ഇവിടെ കസ്റ്റമർ ആപ്പിൽ നിന്ന് ഇവിടെ നിന്ന് വലിച്ചിരിക്കുകയാണ്. അപ്പൊ എന്ന് വെച്ച് ഓക്കെ, കസ്റ്റമർ ആപ്പിൽ നിന്ന് ഇവിടെ നിന്ന് വലിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിലുള്ള സാധനം അപ്പുറത്തേക്ക് കിട്ടും. അപ്പൊ ഞാൻ ഇനി കാട്ടിത്തരാം. കണ്ടില്ലേ, ഇപ്പൊ ഒബ്ജക്റ്റ് എന്ന് തന്നെ കണ്ട, ടാപ്പ് ചെയ്യുമ്പോ കണ്ട, അത്രേ ഉള്ളൂ. അത് മനസ്സിലായ എങ്ങനെയാണ് അപ്പുറത്തേക്ക് ഫംഗ്ഷനെ വലിക്കാന്ന്? ഹലോ, ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പണി തുടങ്ങാം. ഓക്കെ, നമുക്ക് ഇനി ഡ്രോയർ സെറ്റ് ചെയ്യാം, കസ്റ്റം നമ്മളുടെ സ്വന്തമായിട്ട് കസ്റ്റംസ് സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ നേരത്തെ നമുക്ക് കീ ഉണ്ടല്ലോ, കീ എലമെന്റ് കൊടുക്കാം. ഓക്കെ, സ്കാഫോൾഡ് ഡോട്ട് കറന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. കറന്റ് സ്റ്റേറ്റ് ഡോട്ട് ഇതിന്റെ ഉള്ളില് ഓപ്പൺ ഡ്രോയർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. കറന്റ് സ്റ്റേറ്റ് ഡോട്ട് some kind of error opening isn't defined for this stage. Some kind of thing. കറന്റ് സ്റ്റേറ്റിന് ഓപ്പൺ ഡ്രോയർ വർക്ക് ചെയ്യണില്ലല്ലോ. some kind of problem. Yes, for the switch. ഒരു മിനിറ്റ്. No, it's not working. കാര്യം നോക്കട്ടെ. ഡോട്ട് കറന്റ് സ്റ്റേറ്റ് ഡോട്ട് ഓപ്പൺ ഡ്രോയർ deactivate
Oh. ഒരു മിനിറ്റ് കേട്ടാ, ഞാന് നോക്കട്ടെ എന്താ ഇഷ്യൂ എന്ന്. യൂഷ്വലി വർക്ക് ചെയ്യണതാണ് ഇവിടെ, എന്തോ വേറെന്തോ ഇഷ്യൂ ഉണ്ട്. സോറി സോറി. സ്റ്റേറ്റ് കിട്ടണമെന്ന് പറയണം, നോക്കട്ടെ. Issues there. Whatever that issue is, it's കറന്റ് സ്റ്റേറ്റും സ്നാപ്പ് ബാറും കാണുന്നില്ല, രണ്ടും കിട്ടുന്നില്ല എനിക്ക്, ഒരെണ്ണം മാത്രമില്ല, എന്തുകൊണ്ട്? ഓക്കെ ഗാസ്, ഞാൻ ടൈം കളയണില്ല, സെറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. സെറ്റ് സ്റ്റേറ്റ് നമുക്കിപ്പോ സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിക്കാം, ലൈക്ക് സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിക്കാം. പക്ഷെ അതിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറും. സ്കാഫോൾഡ് ഡോട്ട് കറന്റ് സ്റ്റേറ്റ് ഡോട്ട് ഓപ്പൺ, കണ്ടില്ലേ വരുന്നില്ല, വേറെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ. ഞാൻ ഇപ്പത്തേക്ക് ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ആപ്പ് ബാർ, നമ്മുടെ ശരിക്കുള്ള ആപ്പ് ബാറിൽ നമുക്ക് ഇപ്പൊ പോവാം, എന്നിട്ട് ഞാൻ നോക്കട്ടെ എന്താ ഇഷ്യൂ എന്ന്. എന്തോ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും, എന്തെങ്കിലും എക്സ്റ്റൻഷൻ ചെയ്തപ്പോ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടാവും നമ്മുടെ സ്കാഫോൾഡ് ബാക്കിയുള്ള കീസും കിട്ടുന്നില്ല. ട്രൈ ചെയ്ത് തോന്നുന്നു, നോക്കട്ടെ. നോക്കട്ടെ, കറന്റ് സ്റ്റേറ്റ് ഡോട്ട് ഓപ്പൺ ഡ്രോവർ, ഇല്ലടാ വേറെ എന്തോ പ്രശ്നമാണ്, ഓപ്പൺ ഡ്രോവർ വന്നില്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക്. ഓക്കെ, വേറെ എന്തോ ഒരു ഇഷ്യൂ ആണത്. ഓക്കെ, ഇപ്പത്തേക്ക് നമുക്ക് ആപ്പ് ബാറിലേക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ഞാൻ നാളത്തെ സെക്ഷനിൽ ഞാൻ റെഡിയാക്കി തരാം. ഓക്കെ, വേറെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, സ്കാഫ് ബാറിൽ നിന്ന് സാധാരണ കിട്ടതാണ് സ്കാഫോൾഡ് വിഷ്ടിറ്റ്, വേറെ എന്തോ ഇഷ്യൂ ആണത്, ഞങ്ങൾക്കത് റെഡിയാക്കിയിട്ട് ഇതാക്കാം. ഓക്കെ, നമുക്കിപ്പോ ആപ്പ് ബാറിൽ, നമ്മുടെ കസ്റ്റം ആപ്പ് ബാറിൽ നമുക്ക് പോവാം. ആപ്പ് ബാർ, ഓക്കെ, ആപ്പ് ബാർ താനെ ഉണ്ടാക്കുമ്പോ നമുക്ക് ആപ്പ് ബാർ കിട്ടും. ഓക്കെ, അതിപ്പത്തേക്ക് ലീവ് ചെയ്തേക്ക്, നമുക്ക് കസ്റ്റം ആപ്പ് ബാറിന്റെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അത് വേറെ എന്തോ ഒരു ഇഷ്യൂ ആണ്, നമ്മുടെ സ്കാഫോൾഡിന്റെ കീ എന്തോ എടുക്കാത്ത എന്തോ ഇഷ്യൂ ആണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം പിന്നെ. ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്പ് ബാർ, ലൈക്ക് ആപ്പ് ബാർ ഇങ്ങനെ വന്ന്, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ടെസ്റ്റ് അല്ലേ, നമുക്ക് ടെസ്റ്റ് മാറ്റിയിട്ട് വിഡ്ജറ്റ് ഉണ്ടാക്കാം, ലൈക്ക് ബട്ടൺ ക്ലിക്കിന് വേണ്ടി. ഓക്കെ, അപ്പൊ വിഡ്ജറ്റ് ഉണ്ടാക്കുമ്പോ എല്ലാരും ആലോചിക്കും ഇനി അടുത്ത കണ്ടെയ്നർ ഒക്കെ വേണ്ടേന്ന് ആലോചിക്കും. ഓക്കെ, അതിന് പകരം നമുക്ക് വേറൊരു സാധനം ചെയ്യാം, ലിസ്റ്റ് ടൈൽ എന്നൊരു സാധനമുണ്ട്, ലിസ്റ്റ് ടൈൽ ഉപയോഗിക്കാം. ഓക്കെ, ലിസ്റ്റ് ടൈൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫ്ലട്ടർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ലിസ്റ്റ് ടൈൽ. കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും, ടൈറ്റിൽ, സബ് ഹെഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഉപയോഗിക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് ടൈറ്റിൽ ഉപയോഗിക്കാം. ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു വിഡ്ജറ്റ് എടുക്കും, നമുക്ക് ടെക്സ്റ്റ്, ഓക്കെ, ടെക്സ്റ്റ് എടുത്തിട്ട് എന്താണ് ടെക്സ്റ്റ് എന്തെടുക്കണം,
ന്യൂ പേജ് എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഫോം എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഫോം എന്ന് പറഞ്ഞ് കൊടുക്കാം. ഫോം ഉണ്ടാ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഫോം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. കണ്ടില്ലേ? ഇനി വേണമെങ്കിൽ ഇതിന് നമുക്ക് കളറൊക്കെ കൊടുക്കാട്ടോ, അതിനെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഓവർ കളറും ഫോക്കസ് കളറും ഉണ്ട്. ഇനി പിന്നെ ഇതിന് വേണമെങ്കിൽ ഓൺ ടാപ്പ് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ജസ്റ്റ് എഡിറ്ററിലുള്ള സെയിം സാധനം തന്നെയാണ് ഓൺ ടാപ്പ്, വേറെ വ്യത്യാസമില്ല. ഈ ടൈൽ ഉണ്ടല്ലോ, ഈ ടൈൽ ഇത്രയുള്ള ഒരു ടൈലായിരിക്കും. അതിനെ നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ കണ്ടെയ്നർ ഉണ്ടാക്കണ്ട, ടെസ്റ്റ് ഉണ്ടാക്കണ്ട, ജസ്റ്റ് എഡിറ്റർ എഴുതണ്ട, ഇത്രയും സാധനങ്ങൾ ഒറ്റ വിജിറ്റിലാവും. മനസ്സിലായോ? അതാണ് നമ്മുടെ ലിസ്റ്റ് ടൈലിന്റെ ഇത്. പിന്നെ അതല്ലാണ്ട് വേറെ കുറെ ഒക്കെ ഉണ്ട്. ഇപ്പൊ സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാം. അത് വലിയ ഇതൊന്നുമില്ല. നമുക്ക് സബ് ടൈറ്റിൽ ചെറുതായിട്ട് അടിയിൽ വരും. കണ്ടില്ലേ? പിന്നെ ലീഡിങ്ങും ട്രെയിലിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട്, രണ്ടറ്റത്ത് വേണ്ടി വരുത്താൻ വേണ്ടി. ജസ്റ്റ് പ്ലേ അറൗണ്ട് ചെയ്താൽ മതി, വലിയ ഇഷ്യൂ ഇല്ല ഇവിടെ. ഓക്കെ, അത് കഴിഞ്ഞ് ഓൺ ടാപ്പ് കൊടുത്ത് ഇവിടെ ഓൺ ടാപ്പ് നമ്മൾ ഇതാക്കി, പക്ഷെ നമ്മൾ ടാപ്പ് സംശയം ഒന്നും വർക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ അത് ചെയ്യാനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകണം. ഫസ്റ്റ് നമുക്ക് അടുത്ത പേജ് ഉണ്ടാക്കാം. ഓക്കെ, അടുത്ത പേജ് ഞാൻ സ്ക്രീൻസിൽ ഫോം എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടാക്കാം. എന്നിട്ട് ഞാനിവിടെ ഫോം, ഓക്കെ, ഫോം പേജ് ഡോട്ട് ആർ, എന്നിട്ട് ഞാനിവിടെ സ്റ്റേറ്റ്ലെസ് ഇപ്പൊ കൊടുക്കാം. ഓക്കെ, സ്റ്റേറ്റ്ലെസ് വെച്ചിട്ട് ഫോം പേജ്, ഓക്കെ, ഫോം പേജ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ എറർ ഉണ്ടല്ലോ, ജസ്റ്റ് ക്വിക്ക് ഫിക്സ് ചെയ്താൽ മതി. നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത പോലെ കണ്ടെയ്നർ മാറ്റണമല്ലോ. അടുത്ത പേജ് വരുമ്പോ നമ്മൾ എന്താണ്, സ്കാഫോൾഡിലല്ലേ തുടങ്ങണ്ട, കണ്ടെയ്നർ അല്ലല്ലോ. സ്കാഫോൾഡ് കൊടുക്കാം, ബോഡി കൊടുക്കാം, കണ്ടെയ്നർ കൊടുക്കാം. ഓക്കെ, കണ്ടെയ്നർ കൊടുത്തു. ആപ്പ് ബാർ കൊടുക്കാം. നമുക്ക് ഇനിയിപ്പോ ആപ്പ് ബാറിട്ട് പ്ലേ അറൗണ്ട് ചെയ്യാം. നമ്മുടെ കസ്റ്റം ആപ്പ് ബാർ ഉപയോഗിക്കാറുണ്ട്, നമുക്ക് അതും കൂടെ പഠിക്കണമല്ലോ അല്ലെ. അപ്പൊ അതും നാം സെറ്റ് ചെയ്തു. ഇനിയിപ്പോ ഇനീഷ്യലി എല്ലാം ആയി. ഇനി ഈ പേജിലേക്ക് നമ്മ ട്രാവൽ ചെയ്യണം അല്ലെ. അതാണ് നമുക്ക് ഇനി ടാസ്ക്. സാധാരണ നമ്മ ഈ ഇവിടെ നമ്മുടെ ഷോളിൽ എങ്ങനെ നമ്മൾ ചെയ്തിരുന്ന സ്റ്റാറ്റിക് കൗണ്ട്സ് റൗട്ട് നെയിം കൊടുത്തു. ആ റൗട്ട് നെയിം ജസ്റ്റ് നമ്മ അപ്പുറത്ത് ഇതാക്കി. അതേപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. ജസ്റ്റ് ഇവിടെ ഫോം പേജ് എന്ന് പറഞ്ഞ് ഓക്കെ കൊടുക്കാം. എന്നിട്ട് നമ്മ ഇവിടെ മെയിൻ ഡാട്ടിൽ എല്ലാം ഇനീഷ്യലൈസ് ചെയ്തല്ലോ. നമ്മ ഈ ഷോ ഡീറ്റെയിൽ ഇനീഷ്യലൈസ് ചെയ്തില്ലേ, സെയിം ഒരു രീതിയില്ല. ജസ്റ്റ് ഒരു ഫോം ഇടാം, അടുത്ത് കൊടുക്കാം. മനസ്സിലായ? നമ്മുടെ ഫയലിന്റെ പേര് ഫോം പേജ് എന്നല്ലേ, മാറ്റി കൊടുക്കാം. ഓക്കെ, ഫോം പേജ് ഡോട്ട് റൗട്ട് നെയിം, രണ്ട് റൗട്ട് നെയിം ആയി. അപ്പൊ അത് വെട്ടിക്കളയാം. ഇനി ഇവിടെ ഫോം പേജ്, ഓക്കെ, അത് സാധനം സെറ്റായി. ഈ കോമ അത് ഓക്കെ. ഓക്കെ, ഫോം പേജ് നമുക്ക് റൗട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫോമിലേക്ക് സാധനം ചാടി വരണം അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്, പുഷ് നെയിം അല്ലേ നമ്മ പഠിച്ച സാധനം തന്നെ ഉപയോഗിച്ചാൽ മതി, ഒരു വ്യത്യാസമൊന്നുമില്ല. നാവിഗേറ്റർ ഡോട്ട് ഓഫ് കോണ്ടസ് ഡോട്ട് പുഷ് നെയിം, നമ്മുടെ റൗട്ടിനെ സെറ്റ് ചെയ്യാം. അപ്പൊ ഫോം അല്ലെ, ഫോം പേജ് എന്നല്ല നമ്മൾ പേര് കിട്ടാം. ഫോം പേജ് ഡോട്ട് റൗട്ടിനെ ഓക്കെ കണ്ട, സേവ് ചെയ്തു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞാൽ മറന്നുപോയി. ഈ ഫോം പേജ് അടിക്കുമ്പോ സാധാരണ എറർ വരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മിങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഫോം പേജ് നമ്മൾ വെറുതെ അടിച്ചു പോകുമ്പോ നമുക്ക് നമ്മുടെ VS കോഡ് കാണിക്കുമല്ലോ. അപ്പൊ നമ്മൾ എൻട്രി അടിക്കുമ്പോ നമ്മളുടെ മുകളിൽ ഇമ്പോർട്ട് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇമ്പോർട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ എറർ വരാത്തത്. പറയാൻ പറഞ്ഞു പോയതാണ്. നിനക്ക് ഇനി അങ്ങനെ എറർ അടിക്കണ്ട്, അടിച്ച ക്ലാസിന്റെ പേജ് കറക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ചെന്നിട്ട് ക്വിക്ക് ഫിക്സ് ചെയ്താൽ മതി. ഓക്കെ, ചില നേരത്ത് വന്നു വരില്ല. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്കിപ്പോ ഓൺ ടാപ്പ് ചെയ്യുമ്പോ ഓക്കെ അടുത്ത പേജിലേക്ക് പോയി ബാക്ക് ബട്ടൺ ഉണ്ട്, ഇങ്ങാടേക്ക് വന്ന് ഇത് വേണമെങ്കിൽ കളഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോവാം, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ നാവിഗേറ്റർ പോപ്പ് കൊടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം. നാവിഗേറ്റർ ഡോട്ട് ഓഫ് കോണ്ടസ് ഡോട്ട് പോപ്പ് ചെയ്ത് കഴിയുമ്പോ അപ്പൊ നിങ്ങൾ ബാക്കിലേക്ക് പോയി കണ്ടില്ലേ, അതുണ്ടാവില്ല. VS കോഡ് എങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇമ്പോർട്ട് ആക്കുമോ? എനിക്ക് സോറി ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലല്ലേ. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ കാര്യത്തിൽ എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞൂടാ, കാരണം എന്റെ സിസ്റ്റം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഡീബഗിന് വേണ്ടിയും ഒപ്റ്റിമൈസേഷന് വേണ്ടി മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ.
ആൻഡ്രോയിഡ് സ്റ്റുഡിയോയില് ഇതൊക്കെ പറ്റും, എററൊക്കെ കണ്ടുപിടിക്കാൻ ക്വിക്ക് ഫിക്സ് ഒക്കെ പറ്റും. ഇതേപോലെ റീഫാക്ടർ ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, റീഫാക്ടർ നമ്മ ഇങ്ങനെ പിടിക്കൂലേ, കൺട്രോൾ ഷിഫ്റ്റ് ആറ് നെക്കിയിട്ട് ഇങ്ങനെ വരൂലേ, ആ സാധനം ഉണ്ടാകുന്ന എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കസ്റ്റമറിൽ. പറ്റും, പറ്റൂന്നപ്പ ചെയ്തി. ഓക്കെ, നോക്കപ്പ. കാരണം ഞാൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കാര്യമായിട്ട്. റീഫാക്ടർ പറ്റും. ഇനിയിപ്പ നമ്മുടെ ആപ്പ് ബാറിലേക്ക് വന്നു. നമ്മുടെ ആപ്പ് ബാറിൽ ടൈൽ എടുത്തു, ആപ്പ് ബാറിലേക്ക് വന്നു. ഇനി നമുക്ക് ഇവിടുത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നറിൽ നമുക്കൊരു ഫോം ഉണ്ടാക്കാം. ഓക്കെ, ഫോം ഉണ്ടാക്കാം. അപ്പൊ അത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് കൊടുക്കാം, കോളം കൊടുക്കാം. ഓക്കെ, കോളം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിൽഡ്രൻ എന്ന് ഒരു സാധനമുണ്ട്. ഓക്കെ, ചിൽഡ്രൻ എന്ന സാധനത്തില് നമുക്ക് ജസ്റ്റ് കുറച്ച് ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കുക നമ്മ. ഓക്കെ, അപ്പൊ ചിൽഡ്രൻ എന്ന സാധനത്തില് ഒന്നിൽ കൂടുതലൊക്കെ അടിയിലേക്ക് ഇടാലോ, അത്രേ ഉള്ളൂ, വലിയ ഇതില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ടെസ്റ്റ് ഫീൽഡ് ഉണ്ട്, ടെസ്റ്റ് ഫോം ഫീൽഡ്, രണ്ട് സാധനം ഉണ്ട് ഫ്ലട്ടറിന്. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ഫോം ഫീൽഡ് നോക്കാം. ടെസ്റ്റ് ഫീൽഡ് പിന്നെ നോക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ടെസ്റ്റ് ഫോം ഫീൽഡ് പേരിൽ തന്നെ ഉണ്ടാവും ടെക്സ്റ്റ് ഫോം ഫീൽഡ് ഫോം. അപ്പൊ നമ്മ ഈ CSS നമ്മൾ കണ്ടിട്ടില്ലേ ഫോം എന്ന് പറഞ്ഞ സാധനം, ആ സെയിം ഒരു കോൺസെപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം. നമുക്ക് CSS ആദ്യം ഒരു ടെക്സ്റ്റ് ഫീൽഡ് അല്ലെങ്കിൽ ഇൻപുട്ട് ഒരു ഫോം ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫോമിന്റെ ഉള്ളിലാണ് ഇൻപുട്ട് ഒക്കെ എഴുതുന്നത് അല്ലെ. അതേപോലെ തന്നെ ഇതിന്റെ ഫോമിന്റെ ഉള്ളിൽ സാധനങ്ങൾ എഴുതണം. ഓക്കെ, അതാണ് നമുക്ക് ഇനി ചെയ്യേണ്ട മെയിൻ കാര്യം. ഓക്കെ, അപ്പൊ ഫോം കീ എടുക്കും. നമുക്ക് കീ ഇപ്പത്തേക്ക് വിട്ട് ആദ്യം നമുക്ക് ചൈൽഡ് സെറ്റ് ചെയ്യാം, അത് കോൾ എടുക്കും. ഓക്കെ, നമുക്ക് കാരണം ഒന്നിൽ കൂടുതൽ വേണമല്ലോ നമുക്ക്. അപ്പൊ കോളം ചിൽഡ്രൻ. ഓക്കെ, ചിൽഡ്രന്റെ ഉള്ളിൽ ടെക്സ്റ്റ് ഫോം ഫീൽഡ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫോം ഇട്ടു, സേവ് ചെയ്യും. കണ്ടില്ലേ ഒരു ലൈൻ പോലെ, അത് ടെക്സ്റ്റ് ഫോം ഫീൽഡാ. മൗസ് ഒക്കെ ഓക്കെ അല്ല, ടെക്സ്റ്റ് വരും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നൈസർ ആക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു പാഡിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കൂടി മെനയായിട്ടിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ ലൈന് ബോർഡർ ലൈൻ വരക്കണമെങ്കിൽ പല രീതിയുണ്ട്. ഞാൻ ഒന്നിലെ കണ്ടെയ്നർ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മ നേരത്തെ ഐക്കണിൽ പഠിച്ച പോലെ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോം ഫീൽഡിൽ തന്നെ ഡെക്കറേഷൻ ഉണ്ട്, സെയിം കണ്ടെയ്നർ ഉപയോഗിച്ച പോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ഫോം ഫീൽഡ് ഏത് നമുക്ക് ഈ ടെക്സ്റ്റ് ഫോം ഫീൽഡ് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആയിരിക്കും ഇത് മനസ്സിലാവും ഇല്ലല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഈ നമ്മൾ CSS-ലും HTML എന്താണ് പ്ലേസ് ഓർഡർ എന്ന സാധനം ഉണ്ട് HTML അല്ലെ, നമുക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി. അപ്പൊ ഇതിനുണ്ട്, പക്ഷെ പ്ലേസ് ഓർഡർ അല്ല എന്നുള്ളൂ നെയിം. ഓക്കെ, ഹിന്റ് അതന്നെ, ഹിന്റ് എന്ന സാധനമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ വെറുതെ ഹിന്റ് അടിച്ചു കഴിഞ്ഞാൽ വരില്ല. ഓട്ടോഫിൽ ഹിന്റ് വേറെ ഉണ്ടാ, അത് മറ്റേ ഹിന്റ് അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ ഹിന്റ് അല്ല. ഓക്കെ, ഇൻപുട്ട് ഡെക്കറേഷൻസ് ഉണ്ട്, ഡെക്കറേഷൻ എന്ന സാധനത്തിനുള്ളിൽ. അതിൽ ഇൻപുട്ട് ഡെക്കറേഷൻ എന്ന സാധനമുണ്ട്. ഓക്കെ, ഇൻപുട്ട് ഡെക്കറേഷനിൽ ഹിന്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, കണ്ടല്ലേ, ഹിന്റ് ടെക്സ്റ്റ്, ഹിന്റ് മാക്സ് ലൈൻ, അത് പോട്ടെ. ഹിന്റ് ടെക്സ്റ്റ് കണ്ട, ജസ്റ്റ് കൊടുക്കാം. ഹിന്റ് ടെക്സ്റ്റ് സ്ട്രിങ് ആണ് എടുക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. എന്തായാലും ഞാൻ ഹൗസ് നെയിം കൊടുക്കാം. ഓക്കെ, ഹൗസ് നെയിം കൊടുക്കാം. അല്ല, ഹൗസ് നെയിം തന്നെ സാധനം കിട്ടി. ഇനി അതേപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഇതേപോലെ ഉണ്ടാക്കാം, കുറച്ച് ഫോം ഫീൽഡ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഒന്നും ഉണ്ടാക്കാം എന്തായാലും. സേവ് ചെയ്യാം, ഹൗസ് നെയിം ആയി. പിന്നെ എന്തോന്നാണ്, ഹൗസ് നെയിം ആണ് നമുക്ക് പിന്നെ നമ്മുടെ ഡാറ്റ മോഡ്സ് എന്തൊക്കെയാണ്, പ്രൈസ്, ബെഡ്റൂം എത്രയുണ്ട്, ബാത്റൂം എത്രയുണ്ട്, ഡിസ്ക്രിപ്ഷൻ എത്രയുണ്ട് അല്ലെ. അപ്പൊ പ്രൈസ് അടിക്കാൻ വേണ്ടി അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ഫോം ഫീൽഡ് ഇവിടെ നമുക്ക് പേര് മാറ്റിയിട്ട് പ്രൈസ് ആക്കാം. ഇപ്പത്തേക്ക് ഇങ്ങനെ ആലോചിക്കാതെ മതി, നമുക്ക് കാട്ടിത്തരാം, വേറെ കാര്യം കൂടി ചെയ്യാനുണ്ട്. പ്രൈസ് ആക്കാം. ഓക്കെ, അതേപോലെ അടുത്ത ഇനി പ്രൈസിന് പിന്നെ എന്തൊക്കെ വേണം, പിന്നെ നമ്പർ ഓഫ് ബെഡ്റൂം. ഓക്കെ, ബെഡ്റൂം, പിന്നെ ടേസ്റ്റ്, നമ്പർ ഓഫ്
റൂം. ഓക്കെ, ഇനി അതേപോലെ അടുത്തൊരു ഇതില് പിന്നെ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, നമ്മിപ്പോ 1 2 3 4 5 5 നമ്മ ആഡ് ചെയ്തു. ഓക്കെ, ഇത് ആഡ് ചെയ്തു. ഇനി ഒരു പ്രശ്നമുണ്ട്, അത് യൂസറിന്റെ ഇന്റർഫിയറൻസ് ആയിട്ടാണ്. സാധനം വർക്ക് ചെയ്തില്ല എന്നല്ല പ്രശ്നം. ഹൗസ് കീ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടാ, ഞാൻ പറയാൻ മറന്നുപോയതാണ്, എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ്. ഈ ഇപ്പൊ ഫോം ഫീൽഡ് ഞാൻ കാട്ടിത്തരാം, അത് ചിലപ്പോ ഇപ്പൊ വരും. ഈ ഫോം ഫീൽഡ് ഞാൻ ഒരെണ്ണം കൂടി ഇട്ട് കഴിയുമ്പോ കണ്ട എറർ അടിക്കണണ്ട, ബോട്ടം ഓവർഫ്ലോ എന്നും പറഞ്ഞിട്ട് 14 പിക്സല്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാ, ഈ ഡിസ്ക്രിപ്ഷൻ കണ്ട, ഇത് ഇവിടെ അല്ലേ കിടക്കണം. അതന്നെ, ചൈൽഡ് സ്ക്രോൾ ചെയ്താൽ മതി. ഈ ഡിസ്ക്രിപ്ഷൻ ഇവിടെ അല്ലേ കിടക്കണം. അപ്പൊ നമ്മ ഇവിടെ കീബോർഡ് വരുമ്പോ അതിന് മുകളിൽ വരില്ല. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഈ സ്റ്റാക്ക് പറഞ്ഞതിന്റെ ടൈമില് ഒന്നിന്റെ മേലിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ എറർ അടിക്കും. മനസ്സിലായോ? ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ എറർ അടിക്കും. എത്ര പിക്സലാന്ന് പറഞ്ഞിട്ടാണ് ഈ ബൈ 41 പിക്സൽ എഴുതി വെച്ചിരിക്കുന്നത്. എവിടെയാണ് ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ബോട്ടം ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് നിങ്ങൾ ഒരു സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ ഉണ്ടല്ലോ, അതിലോ ലിസ്റ്റ് വ്യൂയിലോ എന്തെങ്കിലും റാപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആ എറർ സോൾവ് ആയിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ. ഓക്കെ, ഇനിയിപ്പോ അത് നോക്കുമ്പോ ഒന്ന് പൊന്തും, കണ്ട, അപ്പൊ എറർ പോയിക്കോളും. ഓക്കെ, അപ്പൊ അത് ആലോചിക്കാം. ഫോം ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഒരു സാധനം എറർ വരാൻ കാരണമുണ്ട്, നമ്മുടെ കീബോർഡ് മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. അപ്പൊ അത് എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നിന്ന് നമുക്ക് 2 ഡിസ്ക്രിപ്ഷൻ വേണ്ടല്ലോ, നമുക്ക് ഇതെടുത്ത് കളഞ്ഞേക്കാം. ഓക്കെ, നമ്മൾ കളഞ്ഞു. ഓക്കെ, നമുക്ക് ബാക്കിയൊക്കെ ആയി. ഇനി നമ്മ ചെയ്യാൻ വന്ന മെയിൻ കാര്യം. ഓക്കെ അല്ലെ, എന്താണ്? ഹൗസ് നെയിം ടെക്സ്റ്റ്. ഓക്കെ, പ്രൈസ് ചെയ്തിട്ടില്ലല്ലോ, കാരണം പ്രൈസ് ഇൻഡിജർ അല്ലേ വേണ്ട, ഇവിടെ വന്നത് ടെക്സ്റ്റ് അല്ലേ. അപ്പൊ അത് ഒരു നല്ലൊരു യൂസർ ഇന്റർഫിയൻസ്. പിന്നെ എന്താണ്, യൂസറിന് ഇത് നിൽക്കണം. അപ്പൊ ഇൻഡിജർ വരും, പിന്നെ അതൊക്കെ വിളിച്ചാൽ അത് നോക്കിക്കൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ അത് നല്ലൊരു യൂസർ ഇന്റർഫിയൻസ് ആയിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ മാറ്റാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡിന്റെ ടൈപ്പ് വേണമെങ്കിൽ മാറ്റാം. കീബോർഡ് ടൈപ്പ് ആണ്, ഐ തിങ്ക് കീബോർഡ് ഡബിൾ അല്ലേ? ഡബിൾ തന്നെ. ഇൻഡിജർ ഡബിൾ സെയിം. ടെക്സ്റ്റ് ഒരു മിനിറ്റ്. ടെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ്. ഓക്കെ, ഇൻപുട്ട് ടൈപ്പില് നമുക്ക് നമ്പർ അല്ലേ നമുക്ക്. അപ്പൊ നമ്പർ വന്നു. ഓക്കെ, നമ്പർ വന്നു കഴിഞ്ഞപ്പോ നോക്കിയേ, വെയിറ്റ് ഒരു മിനിറ്റ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. കണ്ടില്ലേ, നമ്പർ അല്ലേ വന്നു ഇപ്പൊ അല്ലെ. ഇനിയിപ്പൊ നമ്പർ അടിച്ച് ഡോട്ട് അടിച്ച് കണ്ടില്ലേ, ഡബിൾ പോലെ അടിക്കാം, നോ പ്രോബ്ലം. ഇനി അടുത്തതില് ഇതേപോലെ അടുത്ത കേസില് ഒരു കാര്യം കാട്ടിത്തരാം. ചിലപ്പോ ഞാൻ കാണാൻ പറ്റുള്ളൂ, കാരണം അത് ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടാ ഇൻഡിജർ വന്ന്. ഓക്കെ, ഇത് ഇൻഡിജർ ആണ് വന്ന, ഇവിടെ ടെസ്റ്റ് ചെയ്ത് ഇൻഡിജർ, അതൊക്കെ ഓക്കെ. ഇവിടെ ഡബിൾ ഒക്കെ വരും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കോമൊക്കെ ഇട്ടാലും അവിടെ വരും. അപ്പൊ അത് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് ഓൺലി ഡിജിറ്റൽ എന്ന് പറഞ്ഞ് ഇൻപുട്ട് കൺട്രോൾ ഉണ്ട്, ഫോർമാറ്റർ എന്ന സാധനം ഉണ്ട്. ആ സാധനം ഉപയോഗിക്കാം. ഇൻപുട്ട് ഫോർമാറ്റർ, അതിൽ വൈറ്റ് സ്പേസിംഗ് ടെക്സ്റ്റ് കോൺഫിഗ് ഉണ്ടല്ലോ, ഇത് ഫോർമാറ്റർ, അത് ഉപയോഗിച്ച് ഡോട്ട് ഡിജിറ്റൽ ഓൺലി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റൂളാണ്, അത്രേ ഉള്ളൂ, വേറെ കാര്യമായിട്ട് ആലോചിക്കണ്ട. ഓക്കെ, ഈ കണ്ട ഞാൻ ഇത് കോമ നിൽക്കണ്ട്, വന്നില്ലല്ലോ അല്ലെ, കാരണം എന്താണ്, ഡിജിറ്റൽ മാത്രം അതിഞ്ഞെടുക്കുള്ളൂ, വേറെ ഒരു സംഭവം അതെടുക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ ഈ കേസിൽ നമുക്ക് വേണ്ട, കാരണം ഡബിൾ വേണം, ഡോട്ട് വേണം എന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഡോട്ട് വേണ്ട. അപ്പൊ ആ ഒരു കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇൻപുട്ട് ഫോർമാറ്റർ ഉപയോഗിച്ചിട്ട് വൈറ്റ് ലിസ്റ്റിംഗ് ഇൻപുട്ട് ഫോർമാറ്റർ ഡോട്ട് ഡിജിറ്റൽ ഉള്ളു ഓക്കെ കൊടുക്കാം. പിന്നെ ഒരു കാര്യം ചിലപ്പോ ഞാൻ കാട്ടിത്തരാം. കണ്ട
ചിലപ്പോ നിങ്ങൾ ഉപയോഗിച്ചപ്പോ ഇതേപോലെ ആയിരിക്കും ഫസ്റ്റ് തന്നെ. അപ്പൊ അത് പേടിക്കണ്ട, കാരണം ഇത് നമുക്കിപ്പോ നേരത്തെ ഉള്ളതല്ല, ഡിപ്പാർട്ടഡ് ആണ്. അപ്പൊ ജസ്റ്റ് ആ ഇതുണ്ടല്ലോ ഈ ഒരു ബ്രാക്കറ്റ് ജസ്റ്റ് കളയാ, ഡോട്ട് ഇടാ, ഡിജിറ്റൽ ഉള്ളി നെക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, സാധനം ഓക്കെ ആയിക്കോളും. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആയില്ലേ? ഞാൻ അതേപോലെ നിങ്ങക്ക് ഇതിനൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ ഇതിന് ഞാൻ അതേപോലെ സെറ്റ് ചെയ്യണേന്ന്. പിന്നെ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഡിസ്ക്രിപ്ഷന്റെ അവിടെയാണ് നമുക്കൊരു കാര്യം ചെയ്യേണ്ടത്. ഈ ടെക്സ്റ്റ് എടുത്ത് ഓക്കെ ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കേണ്ട. ഓക്കെ കേട്ടോ, പോട്ടെ 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 കണ്ട, ഇനി സൈഡിലേക്കല്ലേ പോണം. അപ്പൊ ഇതിപ്പോ പേര് കൊടുക്കണേന് കുഴപ്പമില്ല, കാരണം പേരൊക്കെ ചെറുതായിരിക്കുള്ളൂ, വലിയ പാരഗ്രാഫ് എടുത്തൊന്നും നമ്മൾ എഴുതൂല അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ആ കേസ് ആയിരിക്കില്ല നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുമ്പോ, അല്ലെ? അപ്പൊ നമുക്ക് ഒന്നിക്കൂടുതൽ ലൈൻ ഉണ്ടാവും. അപ്പൊ ഒന്നിക്കൂടുതൽ ലൈൻ സെറ്റ് ചെയ്യണം, അല്ലെ? നമ്മിപ്പോ വാട്സപ്പിന്റെ ഒരു ആപ്പ് ഉണ്ടാക്കണമെങ്കിലും ഡെമോ ആപ്പ് ഉണ്ടാക്കണമെങ്കിലും അതിലും ഈ ഒരു കേസ് വരും. കാരണം എന്താണ്, നമുക്ക് എൻ്റർ അടിച്ച് അടുത്തടുത്ത ലൈനൊക്കെ ഉണ്ടാക്കാം. അതുണ്ടാക്കാം, അതിനും വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീബോർഡ് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് കീബോർഡ് ടൈപ്പില് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ് പിന്നെ ടൈപ്പില് ഡോട്ട് മൾട്ടി ലൈൻ എന്ന സാധനം ഉണ്ട്. ഓക്കെ, അത് കൊടുക്കാം. ടിക്ക് ബോട്ട് ഒന്ന് ഓക്കെ, ഇപ്പൊ കണ്ട എന്റർ കീ വന്ന് കണ്ട. പക്ഷെ എന്റർ കീ നോക്കി കഴിഞ്ഞാൽ ഒന്നും വരില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലൈൻ വേണോ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ മാക്സ് ലൈൻ, ഓക്കെ, ലെങ്ത് അല്ല ലൈൻ നല്ല കൊടുത്ത് ഇൻറ്റ് കൊടുക്കാം. ഓക്കെ, ഡബിൾ ആണ് ഇൻറ്റ് ആണ് എടുക്കുന്നത്. നമുക്ക് 3 കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരട്ടെ, കാരണം അതെ ഫോക്കസ് നോഡില് ഓട്ടോ ഫോക്കസ് ആയിരിക്കുള്ളൂ. ഇപ്പൊ ഓക്കെ, അടിയിലേക്ക് വന്നില്ലേ? നിങ്ങൾ എടുത്ത് നോക്കിയേ, കണ്ട, ഇത് അടിക്കാം, എൻ്റർ അടിക്കാം, അടിയിലേക്ക് വരും, അടിക്കാം, സോറി ഓക്കെ, അടിക്കാം, എൻ്റർ അടിക്കാം, അടിക്കാം, എൻ്റർ അടിക്കാം, കണ്ട അടിയിലേക്ക് വന്ന്. ഈ മാത്സിലേക്ക് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ എന്തോരം വേണമെങ്കിൽ അടിയിലേക്ക് കൊടുക്കാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വലിയ പാരഗ്രാഫ് ഒക്കെ എടുത്താണെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഇതേപോലെ വാട്സപ്പ് പോലത്തെ എന്തെങ്കിലും ചാറ്റ് ആപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അടിക്കേണ്ടി വരുമല്ലോ യൂസേഴ്സിന്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് മാക്സ് ലൈൻ ഉപയോഗിച്ചിട്ട് ഒന്നിക്കൂടുതൽ ലൈന് ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ അല്ലേ? അത്രയും മനസ്സിലായല്ലോ ഫോമിന്റെ കാര്യത്തില്. ഞാനിപ്പോ കണ്ടില്ല കേട്ടോ, നന്ദന ശ്രീരാജ്. ആ എറർ ഒന്നും കൂടെ പറയാമോ? ബോർഡർ ഓവർലേ. അതെന്താ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ, നമ്മ ഈ ഫ്ലട്ടർ എല്ലാം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെൻഡർ എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലെ? അപ്പൊ ഒന്നിന്റെ മേലിൽ ഒന്നായിട്ട് വെറുതെ കയറി വന്നു കഴിഞ്ഞാൽ എറർ അടിക്കും. ഓവർഫ്ലോ എറർ എന്ന് പറയും. എന്ന് എന്താണ്, അതിന്റെ മേളിൽ കയറി നിന്നിട്ട് പിക്സൽ ഓവർഫ്ലോ ആയിരിക്കുന്നതാണ്. എന്നാൽ നമുക്ക് അതിനെ ഇതായിട്ട് പറയാം. ഓക്കെ, അതിനാണ് ഇവിടെ എറർ അടിക്കുമ്പോ 15 അല്ലെങ്കിൽ ബോട്ടം പിക്സൽ ഓവർഫ്ലോ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നത്. ബോട്ടം ഓവർഫ്ലോ പിക്സൽ എന്നൊക്കെ എഴുതി കഴിഞ്ഞ് കാണിക്കും. എന്നിട്ട് എത്ര പിക്സലാന്ന് പറയും. എന്ന് പറഞ്ഞാൽ എത്ര പിക്സല് മുകളിലേക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് ഓവർഫ്ലോ ചെയ്ത് കയറിയിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് മാറ്റാനായിട്ട് ഏറ്റവും നല്ല രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് ഈ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ഈ ഫോമിലല്ലേ ഓവർഫ്ലോ വന്നത്. അപ്പൊ അതിനെ റാപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പിന്നെ സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂ മാത്രമല്ല, നിങ്ങൾക്ക് ലിസ്റ്റ് വ്യൂ ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പൊ സിംഗിൾ ചൈൽഡ് ഉപയോഗിച്ചത് ഇപ്പൊ ഇവിടെ ചൈൽഡ് ആണല്ലോ, അപ്പൊ നേരെ കുഴപ്പമില്ലാണ്ട് ആയിരുന്നുള്ളൂ. ലിസ്റ്റ് വ്യൂ ആകുമ്പോൾ ചൈൽഡ് മാറ്റി ചിൽഡ്രൻ ആക്കണം, ഇതേപോലെ സാധനം ഇടണം. ഓക്കെ, അല്ലെങ്കിൽ കോളം മാറ്റി ലിസ്റ്റ് വ്യൂ ആക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മ അവിടെ ഓവർഫ്ലോ എറർ വന്നപ്പോ മാറ്റിയത്. വരാനുള്ള കാരണം അതാണ്, ആ മുകളിലേക്ക് കയറി വന്നുകൊണ്ടാണ് വരാനുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാക്കി സെക്ഷനിലേക്ക് നോക്കാം. ഈ ഫോമിന് നമുക്ക് കീ ഉണ്ട്. നേരത്തെ നമുക്ക് കീ പറഞ്ഞല്ലോ, നമ്മളിട്ട് വട്ടം കളിപ്പിച്ച സാധനം അല്ലേ? ഓക്കെ, അപ്പൊ ഫോമിനും കീ ഉണ്ട് കേട്ടാ. ഫോമിന്റെ കീ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗ്ലോബൽ കീ പോലെ സ്കാഫോൾഡ് വരെ ഫോം സ്റ്റേറ്റ് തന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതിന് സ്കാഫോൾഡ് സ്റ്റേറ്റ് എന്തോ കറക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് എന്റെ സംശയം. ഈ സ്റ്റേറ്റ്
എറർ അടിക്കണം നോക്കണത് എന്താണ് അല്ലെങ്കിൽ എഴുതിയതിന്റെ തെറ്റായിരിക്കും ചിലപ്പോ. അപ്പൊ നമ്മുടെ ഫോമിന്റെ കീ നമുക്ക് ഇട്ട് ഓക്കെ. ഹലോ പറഞ്ഞോ. അതെ ഇത് പെട്ടെന്ന് വന്നല്ലോ, എങ്ങനെയാ? ഏതാണ് ഗ്ലോബൽ കീ പെട്ടെന്ന് അങ്ങനെ വന്നല്ലോ? ഷോർട്ട് കട്ട് വല്ലതും? ഇല്ല ഷോർട്ട് കട്ട് അല്ല, ഞാൻ വെറുതെ അടിച്ചപ്പോ വന്നതാന്നുള്ളൂ. അല്ല ഷോർട്ട് കട്ട് അല്ല, ഷോർട്ട് കട്ട് അല്ല. എങ്ങനെ വന്ന? ജസ്റ്റ് അടിച്ചേറ്റ ഫൈനൽ ഉപയോഗിക്കാം. ഫൈനല് ഗ്ലോബൽ കീ നമ്മുടെ എന്തുവേണം സ്റ്റാഷിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഫോം സ്റ്റേജ് അങ്ങനെ അടിച്ചു വരുള്ളൂ, അല്ലാണ്ട് ഇതില്ല കേട്ടാ. എന്താണ് കോഡ് സ്നിപ്പെറ്റ്സ് ഇല്ല കേട്ടാ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാരും ഇത് കണ്ടിട്ടുള്ളതല്ലേ, എന്താണ് യൂട്യൂബ് കാണാറുള്ളതല്ലേ അല്ലെ? അപ്പൊ അതിലെ കാണുമ്പോ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും ചിലവര് ന്യൂ ഉപയോഗിക്കും, ചിലവര് ന്യൂ ഉപയോഗിക്കില്ല. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ന്യൂ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എറർ അടിക്കുന്ന ഒരു അവസ്ഥ വരും. ഇവിടെ കൊണ്ടുവന്നിട്ട് ന്യൂ ഉപയോഗിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അതിന് യെല്ലോ ലൈൻസ് ഒക്കെ കാണിക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഫ്ലട്ടറിന്റെ വേർഷനിൽ ന്യൂ വേണമെന്നില്ല. ഓക്കെ, ഓൾഡ് വേർഷനിലെ അല്ല ന്യൂ. ഓക്കെ, അതന്നെ ഓൾഡ് വേർഷനിലാണ് ന്യൂ, പുതിയ വേർഷനിൽ ന്യൂവിന്റെ ആവശ്യമില്ല. ഓക്കെ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് കയറി പോയിക്കോളും. അതുകൊണ്ടാണ് ആ ന്യൂവിന്റെ അങ്ങനെ ഒരു കോൺട്രവേഴ്സി. നമ്മളെ ചെറിയ സ്റ്റാക്ക് ഓവർഫ്ലോന്റെ ഓപ്ഷനിൽ ന്യൂ കാണും. അപ്പൊ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പിന്നെ അപ്പൊ ഫോമിന് കീ സെറ്റ് ചെയ്തു, നേരത്തെ സെറ്റ് ചെയ്ത പോലെ സെയിം പേരല്ലേ, സെയിം പേരിൽ തന്നെ. ഇനി നമുക്ക് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പണിയുണ്ട്, ആയിട്ടില്ല. നമുക്ക് ഈ ബട്ടൺ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാക്കാം. പാഡിങ് കഴിഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ടാക്കാം. റൈസ്ഡ് ബട്ടൺ നമ്മുടെ ഐക്കൺ ബട്ടൺ ഉണ്ടല്ലോ, സെയിം തന്നെയാണോ? അതിലുള്ള ഓൺ പ്രസ് ഉണ്ടല്ലോ, സെയിം, ഒരു വ്യത്യാസമില്ല. ഓക്കെ, ചൈൽഡ് എടുക്കാം. ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് എന്ന് കൊടുക്കണം, കണ്ടിന്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇതാവും. കണ്ടില്ലേ ഉണ്ടായി. ഇനി ഇതിന്റെ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാട്ടോ, അതിനെ കൊടുക്കാതിരിക്കലൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കളർ കൊടുക്കാം. കളറ് റെഡ് ആണെങ്കിൽ റെഡ് കൊടുക്കാം അല്ലെ? റെഡ് കൊടുത്ത് ടെക്സ്റ്റിന്റെ കളറ് നിങ്ങൾ ചിലപ്പോ ആലോചിക്കും ഇതിന്റെ ഉള്ളിൽ കൊടുത്താലേ എന്ന് ആലോചിക്കും. അതിനേക്കാളും അടിപൊളി വിദ്യയുണ്ട്. അല്ലെ, ടെക്സ്റ്റ് കളർ എന്ന സാധനം ഇട്ട് എനിക്ക് ഇവിടെ കൊടുക്കാം വൈറ്റ്. അല്ല, വൈറ്റ് വന്നു. ഓക്കെ, പിന്നെ എവിടെ ഫോം കീ നമുക്ക് ഇത്രയും നിന്ന്. ഓക്കെ, ഇനി നിൽക്കുമ്പോ നമുക്ക് ഇവിടെ ഓരോ ഡാറ്റ ഒക്കെ എടുക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഇപ്പത്തേക്ക് ഞാൻ സൂത്രം കാണിച്ചത് ഫോം കീ ഡോട്ട് കറന്റ് സ്റ്റേറ്റ് നേരത്തെ കൊടുത്ത പോലെ സേവ് എന്നൊരു സാധനം ഉണ്ട്, കണ്ടില്ലേ? ഓക്കെ, ഞാൻ സേവ് എന്ന സാധനം നെക്കി. എന്നിട്ട് ഞാൻ ഒരു സാധനം കൂടെ ചെയ്യാം. എന്നിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഓൺ സേവ് എന്നൊരു സാധനം ഉണ്ട്, കണ്ടില്ലേ? ഒരു ഫംഗ്ഷൻ എടുക്കും. ഇത് നോക്കണ്ട, വാല്യൂ നോക്കണ്ട ഇപ്പത്തേക്ക്. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്രിന്റ് ഔട്ട് ചെയ്യുന്നേട്ടാ വാല്യൂ. ഓക്കെ, ഇനി നോക്കിക്കുക, നിങ്ങൾ ഡീബഗ് കോൺസോളിലേക്ക് നോക്കാം. നമ്മളുടെ അടിയില് ഇവിടെ ഞാൻ കണ്ടിന്യൂ, ഇവിടെ നെയിം കൊടുത്തു. ഞാൻ നെയിമിലല്ലേ, ഹൗസ് നെയിമിലല്ലേ കൊടുത്തിരിക്കണം. ഞാൻ നെയിം ഇഷ്ടമുള്ള കൊടുത്തു, ബാക്ക് അടിച്ചു, ഞാൻ കണ്ടിന്യൂ നെക്കി. കണ്ടില്ലേ ആ സാധനം ഇവിടെ പ്രിന്റ് ഔട്ട് ചെയ്ത് കണ്ട. ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ HTML ഒക്കെ ആണെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ഉണ്ടാക്കുമല്ലോ, ഏകദേശം അതൊക്കെ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഫോമിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, ഒരു ഐഡി വെച്ചിട്ട് ആയിക്കോളൂ അല്ലെ? ഒരു ഐഡി എന്തെങ്കിലും വേണമല്ലോ ഫോം ഐഡന്റിഫൈ ചെയ്യാൻ. ഈ ഫോം ആണ് ഇപ്പൊ ഈ പേജിൽ ഒന്നീ കൂടുതൽ ഫോം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. വാലിഡേഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. വാലിഡേഷൻ വേറെ സാധനമാണ്, അത് സേവ് പറഞ്ഞിട്ട് പറഞ്ഞുതരാം അതെങ്ങനെയാണ്. ഫോമിന്റെ കീ ഉണ്ടല്ലോ, അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഫോം കീ യൂസ് ചെയ്തു. എന്നിട്ട് അടിയിലേക്ക് വന്നിട്ട് നമ്മുടെ ഈ ബട്ടന്റെ ഓൺ പ്രസ്സിൽ ഫോം കീ ഡോട്ട് കറന്റ് സ്റ്റേറ്റ്
ഈ സ്റ്റേറ്റിന്റെ ആപ്പിൽ ഈ സ്റ്റേറ്റിൽ ഡോട്ട് സേവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തു. നമ്മൾ നേരത്തെ കസ്റ്റമർ അല്ല ഡ്രോയറില് ഓപ്പൺ ഡ്രോയർ പോലെ തന്നെ ഇതിനുള്ളതാണ് ഡോട്ട് സേവ്. അത് ഫോം കീന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഡോട്ട് സേവ് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോമിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ ഈ ഫോമിന്റെ ഉള്ളിലുള്ളതാണ് ഈ ടെക്സ്റ്റ് ഫോം ഫീൽഡ് അല്ലെ, അതിന്റെ ഉള്ളിലുള്ള ഈ ടെക്സ്റ്റ് ഫോം ഫീൽഡ്, അങ്ങനെയുള്ള എല്ലാ ടെക്സ്റ്റ് ഫോം ഫീൽഡിലും ഓൺ സേവ് എന്നുള്ള സാധനം ഉണ്ട്. ആ സാധനം വർക്കാവും. അപ്പൊ ആ സാധനം കൊണ്ട് നമുക്ക് ഓരോ വാല്യൂസ് സേവ് ചെയ്തിടാൻ പറ്റും. വേറെ രീതി ഉണ്ട് വാല്യൂ സേവ് ചെയ്യാൻ, ഇത് മാത്രമല്ല ഇതൊരു രീതി. ഓക്കെ, ടെക്സ്റ്റ് ഫോം ഫീൽഡ് വെച്ചിട്ട്. അപ്പൊ ഞാൻ ഇവിടെയും ഞാനിപ്പോ ഓൺ സേവ് കൊടുത്തു നോക്കിയോ, ആ ഡോട്ട് സേവ് വിളിക്കുമ്പോ എല്ലാ ഓൺ സേവും ഒരേ ടൈമില് ട്രിഗർ ആയിക്കോളും ഒന്നൊന്നായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ വാല്യൂ കൊടുത്തു, ഇവിടെ ഞാൻ പ്രിന്റ് കൊടുത്തു. ഓക്കെ, വാല് പ്രിന്റ് കൊടുത്തു. ഓക്കെ, ഞാൻ ഇവിടെ നമ്പർ കൊടുത്തു, ഇവിടെ ടെക്സ്റ്റ് കൊടുത്തു, ഞാൻ സേവ് ചെയ്തു. കണ്ടില്ലേ, രണ്ടും എടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, കൂൾ. ഇനി രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഓൺ ചേഞ്ച് എന്നൊരു സാധനമുണ്ട്, വാലിഡേറ്റർ എന്നൊരു സാധനമുണ്ട്. വാലിഡേറ്ററും സെയിമും എല്ലാം കണക്കാണ്. ഇത് ഫംഗ്ഷൻ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വർക്ക് ചെയ്യുന്ന ചെറിയ വ്യത്യാസമുള്ളൂ. ഓക്കെ, നമുക്ക് ഓൺ ചേഞ്ച് ആദ്യം നോക്കിയിട്ട് വാലിഡേറ്ററിൽ പോകാം. കാരണം ഓൺ ചേഞ്ച് കുറച്ച് ഉപയോഗമാണ് സാധനം. ഓക്കെ, ഈ ഓൺ ചേഞ്ച് പേര് പോലെയാണ്. നിങ്ങൾ ഇപ്പൊ HTML ജാവാസ്ക്രിപ്റ്റ് ആ രണ്ടിടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, റിയാക്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഞാൻ അറിഞ്ഞൂടെ കുഴപ്പമൊന്നുമില്ല, പേര് പോലെ തന്നെയാണ്. നമ്മ ഈ ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടല്ലോ, ഇപ്പൊ പ്രൈസിലല്ലേ ഞാൻ ഓൺ ചേഞ്ച് കൊടുത്തിരിക്കുന്ന, അതിൽ വല്ല ചേഞ്ചസ് നടന്നു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. ഓക്കെ, വേണ്ട ഇത് ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പ്രിന്റ് കൊടുക്കാം, പ്രിന്റ് ഒബ്ജക്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പൊ സോറി വന്നിട്ട് കണ്ടാ ഒബ്ജക്റ്റ് തന്നെ ഉണ്ടാ അതിനെ പ്രിന്റ് ഔട്ട് ചെയ്ത് എന്ത് ചേഞ്ച് വന്നാലും അവിടെ ഇത് വരും. ഇപ്പൊ ബാക്ക് സ്പേസ് അടിച്ചാലും ആ ചേഞ്ച് ആണല്ലോ വന്നോളൂ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് വാല്യൂ എടുക്കാം. പിന്നെ ഒരു കാര്യം, ഈ ഓൺ സേവിലും ഓൺ ചേഞ്ചിലും ഇവിടെ കണ്ട വാല്യൂ ഇത് തന്നെ നമുക്ക് റിട്ടേൺ കിട്ടുന്ന വാല്യൂ ആണ്. ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഈ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോം ഫീൽഡ് നമ്മൾ അടിച്ചയക്കണ എന്തെന്നാണ്, അതിപ്പോ ടെസ്റ്റ് ആയിക്കോട്ടെ, ഇൻഡിജർ ആയിക്കോട്ടെ, ഡോട്ടും കൂടി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ആ വാല്യൂയിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഒരു ഡൈനാമിക് പോലത്തെ ഒരു സംഭവമാണ് അത്. അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി ഒരു കാര്യം ഇവിടെ നമ്മ പറഞ്ഞു വന്നപ്പോ, ഇവിടെ നമ്മുടെ ഓൺ ടാപ്പില് ജസ്റ്റ് പറഞ്ഞു വന്നപ്പോ ഞാൻ സോറി. ഓക്കെ, ഈ ഓൺ ടാപ്പിൽ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കണ്ട ഈ ഓൺ ടാപ്പിന്റെ ഇവിടെ ഒരു ചെറിയ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റ് എംറ്റി ആണെങ്കിൽ വാല്യൂ ഒന്നും വരൂല എന്നാണ് അർത്ഥം. ഒന്ന് ചേഞ്ച് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. ചേഞ്ച് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാൻ കാട്ടിത്തരാം അങ്ങനെയാണ്. ഈ ബ്രാക്കറ്റ് ഉണ്ട്, ഈ ബ്രാക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒന്നും എഴുതേണ്ടാത്ത അവസ്ഥ. നമ്മൾ ഓൺ ടാപ്പിൽ ഒന്നും എഴുതാറില്ലല്ലോ, നമ്മൾ വാല്യൂ ഒന്നും എഴുതാറില്ലല്ലോ അല്ലേ. നേരെ തിരിച്ച് ഇവിടെ വല്ല സ്ട്രിങ് എന്ന് പറഞ്ഞു, ഇപ്പൊ ഞാൻ നമ്മുടെ ഫോം ഫീൽഡ് എടുത്ത് നോക്കിയോ, ഓൺ സേവിൽ നോക്കിയേ, കണ്ട വരുന്ന ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആണ്. അത് നമ്മ അപ്പൊ സ്പെസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എറർ അടിക്കും. ഞാനിപ്പോ വാല്യൂ ഇട്ടില്ലെങ്കിൽ നോക്കിക്കോട്ടെ, എറർ അടിക്കും. അപ്പൊ ഇനി വാല്യൂ എടുക്കണ്ട നിങ്ങൾക്ക്, അങ്ങനത്തെ ഒരു കേസ് ഇപ്പൊ നിങ്ങൾക്ക് വാല്യൂ എടുക്കണ്ട. ഓൺ ചേഞ്ച് ആക്കുമ്പോൾ ആ ഫംഗ്ഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ മതി. ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് വർക്ക് ചെയ്താൽ മതി. വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിലേക്ക് വാല്യൂ ഇട്ടിട്ട് എടുക്കാം, യൂസ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഒരു സീനും ഇല്ല. ഓക്കെ, ഇനി ആരാണ് അരുൺ പറഞ്ഞില്ലേ ഓൺ ചേഞ്ച് ചെയ്ത് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഞാൻ കാട്ടിത്തരാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു എന്തെങ്കിലും ജസ്റ്റ് സ്ട്രിങ് അടിക്കാം. എന്നിട്ട് സ്ട്രിങ്ങിന്റെ പേര് ഇപ്പൊ പ്രൈസ് എന്നാണ് കൊടുത്തോ സ്ട്രിങ്ങിന്റെ പേര്. എന്നിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, പ്രൈസ് ഈക്വൽ ടു സേവ് ചെയ്ത് ഈ വാല്യൂ ഉണ്ടല്ലോ അതിന്റെ സാധനം പ്രൈസിലേക്ക് വരും. നമുക്ക് ഇവിടെ പ്രിന്റ് ഔട്ട് ചെയ്യാം. സോറി, പ്രൈസ് നല്ല പേര് പ്രൈസ്. ഓക്കെ,
ഞാൻ സേവ് ചെയ്തു. ഇത് പിന്നെ നോക്കിയോ, ഞാൻ ഇവിടെ വാല്യൂ അടിച്ചു, എന്നിട്ട് കണ്ടാ 88855 അതെല്ലാം അടിച്ചേക്കണം. അങ്ങനെ വാല്യൂ കൊടുക്കാം. ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഓൺ ചേഞ്ചിന്റെ അവിടെ പ്രൈസ് ഈക്വൽ ടു വാല്യൂ എന്ന് കൊടുക്കാം, സാധനം കിട്ടും. നോ ചേഞ്ചസ്, നോ പ്രോബ്ലംസ്. ഈ അതേപോലെ തന്നെ ഓൺ സേവ്ഡിൽ പറ്റും, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഓൺ സേവിൽ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് കട്ട് ചെയ്യാം, പ്രിന്റിൽ ഇവിടെ കൊടുക്കാം, സേവ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പ്രൈസിൽ കൊടുക്കും. ഓക്കെ, കണ്ട വാല്യൂ അങ്ങനെ തന്നെ ആയിട്ട് പ്രിന്റ് ആയിക്കോളും, പ്രശ്നമില്ല. ഇനി ഒരു കാര്യം, ഇനിയിപ്പൊ ഒറ്റൊരു ഫോം ഫീൽഡ് ആണ് നിങ്ങൾക്ക്, സോറി വാലിഡേറ്റർ കൂടെ പറയാൻ മറന്നുപോയില്ലേ. വാലിഡേറ്റർ പറഞ്ഞുതരാം. വാലിഡേറ്റർ ആവുമ്പോ ഒരു വാല്യൂ എടുക്കും, നമ്മ ചെയ്യണം, ഇത് കൂടെ പറഞ്ഞിട്ടോ. ഓക്കെ, വാല്യൂ എടുക്കും. ഈ വാലിഡേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, ഈ നമ്പർ, എനിക്ക് ഈ നമ്പർ ഒരു വെയിറ്റ് 2 ഡിജിറ്റ് നമ്പർ പോയാൽ മതി ഇവിടത്തെ. അതിൽ കൂടുതൽ നമ്പർ എനിക്ക് വേണ്ട പ്രൈസിൽ. അപ്പൊ അതങ്ങനെ വാലിഡേറ്റ് ചെയ്യും. അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മ സാധാരണ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ വെച്ച് എങ്ങനെയെങ്കിലും നമ്മ ഇതിന്റെ വാല്യൂ കോൺ സേവ് ചെയ്യുന്ന എടുത്തിട്ട് പിന്നെ അത് ഇട്ട് പണിതിട്ട് പിന്നെ അത് കാണിക്കാനുള്ള കോഡ് എഴുതണം അല്ലേ. ഫ്ലട്ടറിന് അതൊന്നും വേണ്ട, ഈസി പണിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു യെല്ലോ സ്ട്രൈം കാണിക്കും, കാരണം റിട്ടേൺ ടൈപ്പ് കഴിഞ്ഞ് വേണം. റിട്ടേൺ ടൈപ്പ് ഇല്ലെങ്കിൽ അടിക്കുന്നതിന് അതിപ്പത്തേക്ക് നിങ്ങൾ ഇടാം. നമ്മൾ ഇവിടെ ആദ്യം വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം ഉണ്ട്. ഓക്കെ, നമ്മളുടെ സേവ് കൊടുത്തില്ലേ, അതേപോലെ തന്നെ വാലിഡേറ്റർ എന്ന് ഒരു സാധനം ഉണ്ട്. ഫോം ഡോട്ട് വാലിഡേറ്റ് എന്ന സാധനം ഉണ്ട്, ജസ്റ്റ് കൊടുക്കുക. ഇനി വാലിഡേറ്റ് എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഓക്കെ, വാലിഡേറ്റ് എന്ന സാധനം നമ്മൾ കൊടുത്തുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എന്താണ് റിട്ടേൺ ഇങ്ങനെ വരൂല. റിട്ടേൺ ഇങ്ങനെ വരൂല. ഇഫ് വാൽ ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്യേണ്ടതാണ് ഒരു സ്ട്രിങ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞ് സ്ട്രിങ് റിട്ടേൺ ചെയ്യാം. അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടത് നള്ളെന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യാം. ഈ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നള്ള് റിട്ടേൺ ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഇത് ഇപ്പൊ 2 അടിച്ച് 2 അടിച്ച് കണ്ടില്ലേ, ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞ് വാലിഡേറ്റർ പോപ്പപ്പ് ചെയ്ത് ആ റെഡ് എന്ന് സാധനം കാണിക്കല്ലേ, ഗ്രേറ്റർ ദാൻ 2. അത് നമ്മ ഇവിടെ റിട്ടേൺ ചെയ്ത സ്ട്രിങ് ആണ്. സ്ട്രിങ് നിങ്ങൾക്ക് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഇന്റീജർ ഒന്നും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എറർ എടുക്കും. ഓക്കെ, പിന്നെ ഇൻ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഞാൻ ഇവിടെ 5 മാത്രമാണ് നമ്മുടെ ഇരിക്കുക. ഇവിടെ ഇങ്ങനെ ഒന്ന് കൊടുത്തപ്പോ ഇവിടെ ഇത് അടിക്കാനുള്ള റിട്ടേൺ ടൈപ്പ് അടിക്കണില്ല. അപ്പൊ സാധാരണ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ റിട്ടേൺ നമ്മ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് റിട്ടേൺ ചെയ്തില്ല, ഒരു വാല്യൂ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ എറർ അടിക്കൂല അല്ലെ. ആ എറർ അടിക്കാതിരിക്കാനാണ് നള്ള് കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ കാണിക്കും നിങ്ങൾക്ക് ഒരു വാണിംഗ് പോലെ, കണ്ടില്ലേ, റിട്ടേൺ ചെയ്യണം, ഏതെങ്കിലും സ്ട്രിങ് ആയ ടൈപ്പ് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞ് വാണിംഗ് കാണിക്കും. അതുകൊണ്ടാണ് നമ്മ നള്ളെന്ന് പറഞ്ഞ സാധനം റിട്ടേൺ ചെയ്യണത്. നള്ളെന്ന് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണിക്കില്ല, ഒരു കുഴപ്പമില്ലാണ്ട് പോലെ ആ പോയിക്കോളും. ഓക്കെ, അപ്പൊ അത് ആലോചിച്ചിരിക്കുക. പലരും ചെയ്യാറ് കുറെ എറർ കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് ഒന്ന് റിട്ടേൺ ചെയ്യാനില്ല എങ്കിൽ ഇപ്പൊ ഇതേപോലെ ഈ നിങ്ങളുടെ വാലിഡേഷനിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ ലാസ്റ്റ് റിട്ടേൺ നടന്ന സാധനം കൊടുക്കാം. ഓക്കെ, മനസ്സിലായില്ല, സോറി. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. വാലിഡേറ്റർ സാധാരണ ഈ വാലിഡേറ്റ് എന്ന് പറഞ്ഞ സാധനം ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ കോൾ ചെയ്യുമ്പോഴാണ് വാലിഡേറ്റർ എല്ലാത്തിനും വർക്ക് ചെയ്യും, നമ്മൾ ഓൺ സേവ് പോലെ. അപ്പ ഇൻ കേസ് ഞാൻ ഇപ്പൊ വാലിഡേറ്റ് ചെയ്തിരിക്കണ വാല്യൂ നമുക്ക് കിട്ടണം, ഇതിന്റെ ഉള്ളിലുള്ള വാല്യൂ ഉണ്ടല്ലോ അത് 2 കൂടുതൽ ഡിജിറ്റ്, ഇപ്പൊ 2 ഡിജിറ്റിനേക്കാൾ കൂടുതൽ, അതാണ് വാൽ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ലെങ്ത് ഉണ്ട് സ്ട്രിങ്ങിനുണ്ടല്ലോ, എന്തോരം ലെങ്ത് ഉണ്ട്.
ഓക്കെ, ഇവിടെ നിങ്ങൾ ഇൻഡ് അടിച്ചാലും സ്ട്രിങ് ആയിട്ട് ആയിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടണത്, സ്ട്രിങ് ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കണം. പിന്നെ നമുക്ക് മാറ്റാം, കൺവേർഷൻ ഉണ്ട്, ടൈപ്പ് കൺവേർഷൻ ഉണ്ട് ഡാർട്ടില്. നമുക്ക് കിട്ടണത് സ്ട്രിങ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ലെങ്ത് ഇപ്പൊ 2 ഡിജിറ്റ് അല്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ ലെങ്ത് 2 അൺനോൺ നമുക്ക് വാലിഡേറ്റ്. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, വാലിഡേറ്റർ കാണിക്കണം. ഇത് പറ്റൂല, ഈ സാധനം പറ്റൂല നമ്മ പറയണം. ഓക്കെ, ഞാൻ ലെങ്ത് കണ്ടില്ല, സോറി. അതാണല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കേസ് വന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ലെങ്തിന്റെ രണ്ടിനേക്കാൾ കൂടുതലാണ് ലെങ്ത് എങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ഗ്രേറ്റർ ദാൻ, സ്പെല്ലിംഗ് നോക്കണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് അടിച്ചോളൂ. റിട്ടേൺ ചെയ്യാം. അപ്പൊ എന്താണ്, ഈ റിട്ടേൺ ചെയ്യുന്ന എന്ത് സ്ട്രിങ് ആയിക്കോട്ടെ അതിവിടെ റെഡില് കാണിക്കും. ഓക്കെ, ഇനി ഒന്നും റിട്ടേൺ ചെയ്യാനില്ല, ഇപ്പൊ എല്ലാം നിങ്ങളുടെ വാലിഡേഷൻ ഒക്കെ ഓക്കെ എന്ന് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത് മാത്രമാണ് എന്റെ വാലിഡേഷൻ എന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ട് പോകരുത്. കാരണം ഇവിടെ റിട്ടേൺ ടൈപ്പ് നോക്കുന്നുണ്ട് അത്, അല്ലെ? ഒരു റിട്ടേൺ ടൈപ്പ് എന്തായാലും അതിന് വേണം. ഒരു ഫംഗ്ഷന് റിട്ടേൺ എഴുതി കഴിഞ്ഞാൽ, നമ്മൾ റിട്ടേൺ എഴുതി കഴിഞ്ഞാൽ അതിന് റിട്ടേൺ ടൈപ്പ് നമുക്ക് കൊടുക്കണം, സ്പെസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എറർ അടിക്കും. അപ്പൊ ഏത് ലാംഗ്വേജിലാണെങ്കിൽ അങ്ങനെ ഉണ്ട്. അപ്പൊ അതേപോലെ ഇതിനുണ്ട്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ നള്ളെന്ന് കൊടുത്താൽ മതി. നൾ കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ വാല്യൂ. അപ്പൊ എന്താണ്, ഒന്നും അവിടെ എറർ ഒന്നും കാണിക്കില്ല, എല്ലാം ഓക്കെ ആയിട്ട് തന്നെ കാണിക്കുള്ളൂ. ഓക്കെ, അത്ര ഉള്ള റിട്ടേൺ നള്ളും ആ വാലിഡേറ്ററിന്റെ സീനും. മനസ്സിലായോ എല്ലാവർക്കും? വാലിഡേറ്റർ. ഹലോ, പറഞ്ഞോ. ഒരു വാലിഡേറ്റർ അല്ല, ആക്ച്വലി വാലിഡേറ്റർ നമ്മൾ ചെയ്തൊരു സിസ്റ്റം നമ്മൾ നേരത്തെ താഴത്ത് കൊടുത്തിട്ടില്ലേ, ഇൻപുട്ട് ഫോർമാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ലിസ്റ്റ് ടെക്സ്റ്റ് ഇൻപുട്ട് ഫോർമാറ്റ് ഡോട്ട് ഡിജിറ്റ്സ് ഓൺലി. അവിടെ നമുക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ ഒരു ഗ്രേറ്റർ ദാൻ 2 ആയി കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇവിടെ ഗ്രേറ്റർ ദാൻ 2 ആയി കഴിഞ്ഞാലേ ഇതല്ലേ ഓപ്ഷൻ ഉണ്ടോ അറിയില്ല. ഞാൻ ഉണ്ട്, ആക്ച്വലി ഉണ്ട്, ഇല്ലാന്നൊന്നുമില്ല. അത് ഡോട്ട് ലെങ്ത് അങ്ങനെ പറഞ്ഞൊരു സാധനം വരുന്നു. ഞാൻ റെയർലി യൂസ് ആണ്, ഞാൻ വേണമെങ്കിൽ എടുത്ത് തരാം. ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിലും 10 ആണ്, എത്ര ഗ്രേറ്റർ ആണെങ്കിലും അത് എൻട്രി ചെയ്യാനുള്ള നമ്മള് മൊബൈൽ നമ്പേഴ്സ് ഒക്കെ അടിക്കുന്ന സമയത്ത് 10 കൂടുതൽ വന്നു കഴിഞ്ഞാൽ പറ്റും ഉണ്ട്. ഇൻപുട്ട് ഫോർമാറ്ററിൽ അത് ഇങ്ങനെയല്ല, അത് വേറൊരു ഫോർമാറ്റർ ആണ്. അത് ഞാൻ എടുത്തരാം, ഞാൻ റെയർലി യൂസ് ആണ്, ഞാൻ 2 തൊട്ടേ കണ്ടിട്ടുള്ള സാധനം. ഞാൻ കോഡ് അയച്ചുതരാം നിനക്ക്, ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം, ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ടെക്സ്റ്റ് ഇൻപുട്ട് ഫീൽഡിൽ കൊടുക്കാൻ പറ്റുന്ന സ്ട്രിങ്ങിന്റെ എണ്ണത്തിന് ലിമിറ്റുകൾ അങ്ങനെ കൊടുക്കാൻ കഴിയുമോ? എന്നാലും സംഭവം ഓക്കെ ആവും. ഇവിടെ എത്ര മാക്സ് ലെങ്ത് എന്നൊരു സാധനം ഉണ്ട്, നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാം. പിന്നെ ഇൻ കേസ് ഇപ്പൊ നമ്മൾ സാധാരണ യൂസ് ചെയ്യണത് ഇൻപുട്ട് ഫോർമാറ്റല്ല. ഇപ്പൊ നീ പറയുന്ന ഒരു കേസ് ഉണ്ടല്ലോ, അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറ് ഇൻപുട്ട് ഫോർമാറ്റിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ എല്ലായിടത്തും 10 കൊടുക്കേണ്ട ആവശ്യം വരാതെ വേറെ ഒരു ഡിജിറ്റ് പോയാലും ഇപ്പൊ ഇന്റർനാഷണൽ കോൾസിന്റെ നമ്പർ കൂടുതലുണ്ടല്ലോ. അപ്പൊ ആ ഒരു കേസ് വരെ നമുക്ക് ഇവിടെ നമുക്കിപ്പൊ ഇത് ലിസ്റ്റ് ആണ്. അപ്പൊ ഇതില് ഇതേപോലെ ഇഷ്ടമുള്ള ഈ ഫോർമാറ്റർ ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഇത്തിരി പണിയാട്ടോ ഫോർമാറ്റർ കണ്ടുപിടിക്കാൻ, കാരണം റെയർലി യൂസ് ആണ് ഇപ്പൊ നമ്മ. അതുകൊണ്ടാണ് ഞാൻ അത് അയച്ചുതരാം ലെങ്ത്തിന്റെ. ഓക്കെ, അപ്പൊ ലെങ്ത്തിന്റെ ആയി. പിന്നെ ഇനി എന്തായിരുന്നു? ഓക്കെ, നമ്മുടെ സേവ്. ഓക്കെ, സേവ് നമ്മളിപ്പോ ഒരു സാധനം സേവ് ചെയ്യാൻ ഇപ്പൊ ഒരു കിട്ടിയല്ലോ ലൈറ്റ്, നമ്മൾ ജസ്റ്റ് പ്രൈസ് സേവ്. ഓക്കെ, അപ്പൊ 1 2 3 4 5 5 ഉണ്ട്. 5 സേവ് ചെയ്യണം. 5 സേവ് ചെയ്യാൻ ഓരോ സ്ട്രിങ് ഇതേപോലെ പ്രൈസ്, ഹൗസ് നെയിം, നമ്പർ ഓഫ് ബെഡ്റൂം, നമ്പർ ഓഫ് ബാത്റൂം, ഡിസ്ക്രിപ്ഷൻ, ഇത്രയേ സാധനം അടിച്ചു കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കൂലേ, അല്ലേ? ആയിരിക്കൂലോ. അപ്പൊ അതെങ്ങനെയാ സേവ് ചെയ്യും, അല്ലേ? അപ്പൊ ഒന്നിക്കൂടി സാധനം സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്നലെ എന്താ ഉപയോഗിച്ച മാപ്പ്, അല്ലെ? ലിസ്റ്റ് ഉണ്ട്, മാപ്പ് ഉണ്ട്. മാപ്പിലാവുമ്പോ കീ കൊടുക്കാം. അപ്പൊ ഈ ഹൗസ് നെയിം എന്ന് പറഞ്ഞാൽ കീയില് ഹൗസ് നെയിം മാത്രം സേവ് ചെയ്യാം, പ്രൈസിൽ പ്രൈസ് മാത്രം സേവ് ചെയ്യാം, ബെഡ്റൂമിൽ ബെഡ്റൂം മാത്രം, നമ്പർ ഓഫ് ബെഡ്റൂം മാത്രം സേവ് ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ എന്തായാലും പേഴ്സണലി ഒന്നിക്കൂടെ ഫോം ഉണ്ടെങ്കിൽ മാപ്പേ പ്രിഫർ ചെയ്യുള്ളൂ, കാരണം ഇതേപോലെ മാനേജ് ചെയ്യാൻ ഈസി ആയിരുന്നു ഡാറ്റ. ഫോം ഡാറ്റ ഓക്കെ ഈക്വൽ ടു മാപ്പ് ഹൗസ് നെയിം ഞാനിവിടെ ഇപ്പത്തേക്ക് നാളെ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒന്നുമില്ലല്ലോ ഡാറ്റ, അല്ലെങ്കിൽ അത് സിംഗിൾ കോഡ് സ്ട്രിങ്സ് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനൊന്ന് ഇതാക്കുള്ള പ്രൈസ്
ഏത് നള്ള് നമുക്കിപ്പോ എല്ലാത്തിനും നള്ള് കൊടുക്കാം പ്രത്യേകിച്ച്. കാരണം എന്നിട്ട് അവിടെ വന്നിട്ട് നമുക്ക് മാറ്റാം, ഡാറ്റ മാറ്റുന്ന രീതിയിൽ എഴുതാം. എന്നിട്ട് നമ്പർ ഓഫ് ബെഡ്റൂം കൊടുത്താൽ മതി. നള്ള് റൂം നള്ള് പിന്നെ അതേപോലെ ഡിസ്ക്രിപ്ഷൻ നള്ള്. ഓക്കെ, ഞാൻ ഇത്രയും കൊടുത്തു. എന്താണ് എറർ കാണിക്കുന്നത് നോക്കാലോ. എറർ ഓക്കെ, അൺഡിഫൈൻഡ് നെയിം, പ്രൈസ് നമ്മൾ എടുത്ത് കളഞ്ഞല്ലോ, അതാണ് എറർ. ഓക്കെ, ഞാൻ കളഞ്ഞു. പ്രൈസ് വേറെ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അത് എടുത്ത് കളയാം. അപ്പൊ എറർ കിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ ഫോം ഡാറ്റ നമ്മ മാപ്പ് സെറ്റ് ചെയ്തു. സംവൺസ് മൈക്ക്, സംവൺസ് അല്ലേ ഇവിടെ തന്നെയാണ് വീട്ടിൽ നല്ല അടിപൊളി വെച്ചത് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഫോം ഡാറ്റ, ഓക്കെ ഫോം ഡാറ്റയില് മാപ്പായിട്ട് നമ്മൾ സേവ് ചെയ്തു. സേവ് ചെയ്യണ എങ്ങനെയാണ്? ഇന്നലെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ഡാറ്റ എടുത്തില്ലേ, ഡാറ്റ സേവ് ചെയ്തോളൂ നമ്മുടെ ആർഗ്യുമെന്റ്സിൽ. എവിടെ നമ്മുടെ ആർഗ്യുമെന്റ്സ് ഇവിടെ ഇങ്ങനെ സേവ് ചെയ്തില്ലേ, സെയിം രീതിയിൽ തന്നെ സേവ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. നമ്മൾ എടുത്തതും ഇതേപോലെ ഇൻഡെക്സ് വെച്ചാണല്ലോ, അതന്നെ അതേപോലെ സേവ് ചെയ്യാം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ നമ്മുടെ ഹൗസിന്. അപ്പൊ ഇവിടെ ഫോം ഡാറ്റ എന്നല്ലേ പേര് കൊടുത്ത, ഫോം ഡാറ്റ ഹൗസ് നെയിം ആയിട്ട് തോന്നുന്നു, ഐ തിങ്ക്. ഓക്കെ, ഹൗസ് നെയിം ഫോം ഡാറ്റ ഇങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ഈ വാല്യൂ ഉണ്ടല്ലോ അത് സേവ് ചെയ്യാം. ഓക്കെ, വാല്യൂ സേവ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഇത് പ്രൈസ് അല്ലേ, പ്രൈസ് നമുക്ക് ഇവിടെ അതേപോലെ തന്നെ സേവ് ചെയ്യാം. നമുക്ക് ഇവിടെ പ്രൈസ് എന്ന് കഴിഞ്ഞാൽ ഇൻഡെക്സിന്റെ പേര് കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കണം പ്രൈസ്. ഓക്കെ, ഞാൻ അത് സേവ് ആയി. നമുക്ക് ഇനി അടുത്തയിലേക്ക് സേവ് ചെയ്യാം. എവിടെ ഓൺ സേവ്, സോറി വാല്യൂ, അതും സേവ് ആയി. ബെഡ്റൂം ആണല്ലോ അല്ലെ, ബെഡ്റൂം ബെഡ്റൂം അതും ഇവിടെ സേവ് ആ. സോറി, മൗസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇത്തിരി പാടാണ് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ബെഡ്റൂം സേവ് ആയി. ഇനി നമുക്ക് ഇനി അടുത്തത് ഇത്തിരി വീടാണല്ലേ, കുറച്ച് ടൈം എടുക്കണ്ടല്ലേ, അതാണ് ഇതിനുള്ള വേറെ രീതി ഉണ്ട് കേട്ടോ നിൽക്കാം, ഇല്ലാന്നില്ല, പക്ഷെ ഇതാണ് ഇത്തിരി കൂടെ ഈസി. ഓക്കെ, ഓൺ സേവ്. ഇങ്ങനെ മാപ്പ് യൂസ് ചെയ്യുന്നത് നോർമൽ ചെയ്യുന്നതും സെയിം എഫേർട്ട് ആൻഡ് കോഡിങ് അല്ലേ. എഫേർട്ട് സെയിം ആണ്, പക്ഷെ സാധാരണ ചെയ്യുമ്പോ ഒന്നിൽ കൂടെ ഡാറ്റ നിങ്ങൾ സേവ് ചെയ്യണ്ടേ, അപ്പൊ അതിന്റെ മെമ്മറി ലാഭിക്കാം, അതേ ഉള്ളൂ. പിന്നെ മാനേജ് ചെയ്യാൻ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങക്ക് ഈ സാധനം നിങ്ങക്ക് റെസ്റ്റ് API യിലേക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, റെസ്റ്റ് API യിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പൊ ഫോം ആണെങ്കിൽ, ഇത് മാപ്പ് ആണെങ്കിൽ ഇത് വെറുതെ .json എന്ന് കൺവേർട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം HTTP-യിലേക്ക്. നേരിച്ച് ഡിഫറെന്റ് ആണെങ്കിൽ നിങ്ങൾ പിന്നെ ഈ സാധനത്തിന് മാപ്പ് ആക്കണം, എന്നിട്ട് പിന്നെ JSON ആക്കിയിട്ട് സെൻഡ് ചെയ്യണം. അതാണ് റെസ്റ്റ് API യിൽ കുഴപ്പം. ഓക്കെ, അതുകൊണ്ടാണ് മാപ്പ് ഞാൻ പ്രിഫർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ ഇവിടെ ബെഡ്റൂം കഴിഞ്ഞ് നമ്മുടെ അതേപോലെ തന്നെ ബെഡ്റൂം കഴിഞ്ഞ് നമ്പർ ഓഫ് ബാത്റൂംസ് ഉണ്ട് അല്ലെ. ഓൺ സേവ്, ഓൺ സേവ്. ഇവിടെ വാല്യൂ, ഇവിടെ ബെഡ്റൂം നമ്പർ ബാത്റൂംസ് അല്ലേ, ബാത്റൂം അതും സേവ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ, സോറി സെയിം രീതിയിൽ തന്നെ ഇവിടെയും ഡിസ്ക്രിപ്ഷനും നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ സേവ് ചെയ്തു. ഇനി ഇപ്പൊ
എവിടെ നമ്മളുടെ ഇതല്ലേ ഡിസ്ക്രിപ്ഷനിലേക്ക് സേവ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓരോ ഫോമിലേക്ക് സേവ് ചെയ്തു. ജസ്റ്റ് പ്രിന്റ് ഔട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പ്രൈസ് പ്രിന്റ് ഔട്ട് ചെയ്ത പോലെ അറിയാൻ വേണ്ടി അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫോം ഡാറ്റ ഓക്കെ നമ്മൾ ചെയ്തു. വെറുതെ സേവ് ചെയ്താൽ നോക്കിയേ, ഒന്നിനും ഡാറ്റ കാണിക്കണല്ലോ, നല്ലല്ലേ, അതുകൊണ്ടാണ് ഒന്നിനും ഡാറ്റ കാണിക്കാത്ത. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അടിച്ച് നോക്കാം. ഇവിടെ ഹൗസ് പ്രൈസ് ബെഡ്റൂം നമ്പർ ഓഫ് ബെഡ്റൂം ടെക്സ്റ്റ് അടിച്ചു. കമോ ഇപ്പൊ ഓക്കെ കണ്ടില്ലേ, ഹൗസ് പ്രൈസ് ഇത്, ബെഡ്റൂം അത്, പിന്നെ അതേപോലെ ഇതാണ് ബാത്റൂം ഇത്, ഡിസ്ക്രിപ്ഷൻ ഇത്. ആൻഡ് വൺ മോർ തിങ്, ഈ വാലിഡേറ്റ് ഉണ്ടല്ലോ, നമ്മൾ വാലിഡേറ്റ് ചെയ്തു, ഞാൻ പറയാൻ പറഞ്ഞതാണ് വാലിഡേറ്റ് ചെയ്ത്. പക്ഷെ അതിലൊരു കുഴപ്പമുണ്ട്, വാലിഡേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ നമ്മ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഫോം ഡാറ്റക്ക് പകരം ഈ അവിടെ നമ്മ കോഡ് എഴുതണത് സെർവറിലേക്ക് സേവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ സേവ് ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് അയക്കും ഈ ഫോമിലുള്ള ഡാറ്റ സേവ് ചെയ്യാൻ. അപ്പൊ അവിടെ വാലിഡേറ്റർ അടിച്ചിട്ടുണ്ട്, എറർ അടിച്ചിട്ടുണ്ട്. അപ്പൊ സേവ് ചെയ്യാൻ പാടില്ലല്ലോ അല്ലേ, അതൊരു കാര്യമല്ലേ. അതെങ്ങനെ നമുക്ക് നിർത്താം? വെരി സിമ്പിൾ, ഒന്നും ചെയ്യാനില്ല. ഇഫ് എടുക്കാം. ഈ വാലിഡേറ്ററിൽ മൗസ് ഉണ്ടെന്ന് നോക്കിയേ, ബൂളിയൻ ആണ് സാധനം, നമുക്ക് തന്നെ റിട്ടേൺ ടൈപ്പ് അല്ലേ. ജസ്റ്റ് ഈ സാധനത്തിന് കട്ട് ഔട്ട് ചെയ്യാം, നമുക്ക് ആ ഇഫിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. കാരണം ഇഫ് അല്ലെങ്കിൽ ഇഫ് എൽസ് ഒക്കെ എന്താണ് കണ്ടീഷൻ ആണല്ലോ എടുക്കുന്നത്, ബൂളിയൻ വാല്യൂസ് ആണല്ലോ നമുക്ക് കൂടുതൽ റിട്ടേൺ ചെയ്യണം. ജസ്റ്റ് ഇവിടെ കൊടുക്കാം. വാലിഡേറ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിട്ടേൺ അടിക്കാം. ഓക്കെ, ഇപ്പൊ കൊടുക്കാം കണ്ടില്ലേ, ഗ്രേറ്റർ ദാൻ 2 ആയിട്ട് നിന്ന്. ഓക്കെ വെയിറ്റ് ഒരു മിനിറ്റ്, വാലിഡേറ്റർ ഇത് ഇതാക്കി നിന്ന് കണ്ടില്ലേ. ഇനി വാലിഡേറ്റർ അടിക്കൂല, അവിടെ വെച്ച് നിന്ന് കണ്ടില്ലേ. ജസ്റ്റ് വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ, അതേപോലെ നിൽക്കുന്നതിന് വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വാലിഡേറ്റ് മാത്രം ഉപയോഗിക്കാണ്ട് ഇഫിന്റെ ഉള്ളിൽ ജസ്റ്റ് വാലിഡേറ്റ് എന്ന് പറഞ്ഞ സാധനം ഒരു ട്രൂ ഓഫ് ഫോൾസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ബൂളിയൻ ആയിരിക്കും നമുക്ക് തരാൻ പോകണം. യൂഷ്വലി നമ്മൾ സാധാരണ ബൂളിയൻ ഇഫിൽ ഇടണമില്ല, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാനായി, ഇപ്പൊ ട്രൂ ആണെങ്കിൽ ഫോൾസ് ആയിട്ട് എടുക്കാനാണ്, റെസിപ്രോക്കൽ എടുക്കാനാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പൊ വാലിഡേറ്റ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റിട്ടേണിലേക്ക് പോകും. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടിയിലുള്ള കോഡ് വർക്ക് ചെയ്യും ഇല്ലല്ലോ അല്ലെ. ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ പുറത്തേക്ക് ചാടിപ്പോവുമല്ലോ അല്ലെ. ആ സെയിം സംഭവം തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ചിലവര് ചിലപ്പോൾ ആലോചിക്കും, ഇവിടെ ഈ സാധനം കളഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഈ സാധനം എഴുതിയാൽ പോരെ എന്ന് ആലോചിക്കും. എഴുതാ കുഴപ്പമൊന്നുമില്ല, ഇതൊരു നല്ല കോഡിംഗ് മെത്തേഡാണ് കണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം നമ്മൾ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എൽസ് ഉപയോഗിക്കാണ്ട് ഇഫിൽ മാത്രം ഒതുക്കി നിർത്തും. വേറെ പല രീതിയുണ്ട്, ഇത് മാത്രമല്ല കണ്ടീഷൻ ഓപ്പറേറ്റർ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. ഓക്കെ, അത് മനസ്സിലായോ? വാലിഡേറ്ററിന്റെയും ഡാറ്റ സേവ് ചെയ്യണതും. ഹലോ, ഓക്കെ ഓക്കെ. ഇനിയപ്പോ ഡാറ്റ സേവ് ചെയ്യണതും വാലിഡേറ്റർ. ഓക്കെ, നമുക്ക് ആപ്പ് ബാറിന്റെ കീന്റെ വർഷം ഞാൻ നാളെ അത് നോക്കട്ടെ, എന്താണെന്ന് നോക്കട്ടെ. എന്തോ വേറെ എന്തെങ്കിലും ആയിരിക്കും, നമ്മുടെ കീന്റെ കൊടുത്തതിന് എന്തെങ്കിലും പ്രശ്നം ആയിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ എടുക്കാത്തായിരിക്കും. അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഒരു കാര്യം, അപ്പൊ നാളെ മുതൽ എനിക്ക് വർക്ക് ചെയ്തല്ലോ, വർക്ക് ചെയ്യണതാണ് എനിക്ക് സാധാരണ ഞാൻ വർക്ക് ചെയ്യണം. ഞാനിപ്പോ ഇന്ന് ഉച്ച ഇരുന്നിട്ടും സെയിം പണിയിലാ ചെയ്തുകൊണ്ടിരുന്ന, വർക്ക് ചെയ്യണതാണ്. എന്താന്ന് അറിഞ്ഞൂടെ ഇപ്പൊ ആൾക്കാർ VS കോഡിൽ അത് റെക്കഗ്നൈസ് ആവാത്തയാണെന്ന് എനിക്ക് സംശയമുണ്ട്. നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നാളത്തെ നമ്മുടെ ക്ലാസ് HTTP പാക്കേജാ, മറ്റേ സോൾവ് ചെയ്യും ഫോമിന്റെ നമ്മുടെ ആപ്പ് ബാറിന്റെ ഡ്രോയറിന്റെ. അപ്പൊ അത് മാത്രമല്ലാണ്ട് നാളെ സെർവർ കണക്ഷൻ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് പാക്കേജസ് ഉണ്ട് ഫ്ലട്ടേഴ്സിൽ. അപ്പൊ pub.dev എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. ജസ്റ്റ് ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലട്ടറിന്റെ പാക്കേജസ് ഇഷ്ടമാതിരി കാണും കണ്ടില്ലേ, ഇഷ്ടമാതിരി പാക്കേജസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിനുള്ള എന്തുവാണെങ്കിൽ ഉപയോഗിക്കാം കണ്ടില്ലേ, ബാറ്ററി, മോബെക്സ്, പിന്നെ അതേപോലെ അലാറം സെറ്റ് ചെയ്യാൻ, സെൻസറിന്റെ എടുക്കാൻ, ഫയൽസ് ഉണ്ടല്ലോ നമ്മുടെ ആൻഡ്രോയിഡും iOS ഫയൽസ് എടുക്കാനായിട്ട്,
പെർമിഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട്, നമ്മുടെ ഈ ലൊക്കേഷൻ പെർമിഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അങ്ങനെ ഇഷ്ടം പോലെ പാക്കേജസ് ഉണ്ട്. നമ്മ യൂസ് ചെയ്യാൻ പോണത് HTTP എന്നൊരു പാക്കേജ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, HTTP എന്ന പാക്കേജ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. HTTP പാക്കേജ് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് സെർവറിൽ നിന്ന് നമുക്ക് ഒരു JSON റെസ്പോൺസ് കൊടുക്കണമല്ലോ, പിന്നെ അതേപോലെ എടുക്കണമല്ലോ. ആ ഒരു വർക്ക് ഫ്ലോ ഈസി ആക്കാനാണ്. ഡാട്ടില് അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല ഒന്നുമില്ല. ഡാട്ടില് നമുക്ക് HTTP നമ്മ Node.js-ലൊക്കെ ചെയ്യൂല്ലോ, സെർവർ സെറ്റ് ചെയ്യൂല്ലോ, അതേപോലെ തന്നെ ക്ലയന്റ് HTTP റിക്വസ്റ്റും സെർവർ ഉണ്ടാക്കാനും പറ്റും. പക്ഷെ ഇത്തിരി ടഫാണ്, നമുക്ക് മനസ്സിലായി. സാധാരണ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എഴുതാറില്ല. അത് എഴുതേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഒറ്റൊരു കേസ് എന്തെങ്കിലും നമ്മുടെ വെബ്സൈറ്റിന് SSL സർട്ടിഫിക്കേഷൻ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാക്കേജ് എടുക്കില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കേസ് വന്നാൽ മാത്രമേ ഈ പാക്കേജ് എടുക്കില്ലാത്തേ ഉള്ളൂ, SSL-ന്റെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ എറേഴ്സ് ഉണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു കേസിൽ ഡാട്ടിന്റെ കോഡ് എഴുതും. പക്ഷെ ആരുടെയും എന്താണ് ഇത് പറയാറില്ല ഇത് എഴുതാൻ, കാരണം ഇത്തിരി വലുതാണ് കോഡ് വലുതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് പോവാം, എന്നിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഡിപ്പെൻഡൻസിയിൽ ജസ്റ്റ് നിങ്ങൾ ഏത് പാക്കേജ് എടുത്താലും ആദ്യം റീഡ്മി ഉണ്ടാവും, ജസ്റ്റ് വായിച്ചു നോക്കാം. നമുക്ക് എന്തായാലും വായിച്ചാൽ നമ്മൾ ചെയ്യാൻ പോകണം, കാരണം ഇഷ്ടംമാതിരി പാക്കേജ് ഉണ്ട് ഫ്ലട്ടറിൽ. റീഡ്മി വായിച്ച് നോക്കി മനസ്സിലാക്കുന്നതും ഒരു കഴിവാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാക്കേജസിനും യൂട്യൂബ് ട്യൂട്ടോറിയൽ ഉണ്ടാവില്ല, ചിലപ്പോ മീഡിയത്തിന് പോസ്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഇവര് തന്നിരിക്കുന്ന റീഡ്മിയും എക്സാമ്പിളും വായിച്ചു നോക്കി മനസ്സിലാക്കാൻ ഒന്ന് പഠിക്കാം, ബേസിക് ആയിട്ട് അതിന് പഠിക്കാം. ഓക്കെ, എന്നാലും നമുക്കൊന്ന് അതിന്റെ ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പോവാം. ഇൻസ്റ്റാളേഷൻ സ്ഥലത്തില് നമുക്ക് HTTP കണ്ടില്ലേ, ഡിപ്പെൻഡൻസി നിങ്ങൾ വിട്ടേക്ക്, ജസ്റ്റ് ഇത് കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് നമ്മളുടെ ഫ്ലട്ടറിന്റെ കോൺഫിഗ് ഒക്കെ സേവ് ചെയ്യുന്ന എവിടെയാണ്? .yaml ഫയൽ അല്ലേ, pubspec.yaml ഫയൽ. അവിടെ ഡിപ്പെൻഡൻസി ഉണ്ടാ, ഈ ഡിപ്പെൻഡൻസി അല്ലേ നമ്മൾ വെബ്സൈറ്റിൽ കണ്ട ഡിപ്പെൻഡൻസി, അവിടെ ഇട്ടാ മതി. സേവ് ചെയ്യാം. പിന്നെ സേവ് ചെയ്യുമ്പോ ഒരു കാര്യം, സേവ് ചെയ്യുമ്പോ ഈ സാധനം വന്നാലും ചിലപ്പോ ഇവിടെ HTTP പാക്കേജ് വയ്ക്കുമ്പോ എറർ വരും. അത് ഇപ്പൊ പുതിയ VS-Code വരുന്നുണ്ട്, പണ്ട് വരാറുണ്ടായില്ല, എന്താന്ന് പറഞ്ഞൂടാ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒറ്റ പണിയുള്ളൂ. ഇതെന്താ, ഈ പബ്സ്പെക്കിന്റെ മുകളിൽ റൈറ്റില് ഗെറ്റ് പാക്കേജ് ഒരു ഐക്കൺ അതൊക്കെയാ മതി. അത് കഴിയുമ്പോ സാധനം റെഡി ആയിക്കോളും. ഓക്കെ, അപ്പൊ അതാ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ കുറച്ചുപേര് അല്ലാണ്ട് ഒരു എററും കൂടെ പറയണ്ടായിരുന്നു. ഒരു ഇമേജ് ഇട്ട് കഴിഞ്ഞപ്പോഴേ എല്ലാം സെറ്റ് ആയിട്ട്, ഇപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഇമേജ് എല്ലാം സെറ്റാണ്, പാത്ത് ഈ സ്പേസിങ് ഒക്കെ സെറ്റാണ്, എന്നിട്ടും എറർ വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഫസ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ബിൽഡ് ഫോൾഡർ ക്യാഷ് സേവ് ചെയ്യണം, ആ ക്യാഷിന്റെ മൂലമാവാൻ ചാൻസ് കൂടുതലാണ്. മനസ്സിലായി? എപ്പോഴും ഉള്ള യൂഷ്വൽ എററാണ് ഫ്ലട്ടറിൽ വരുമ്പോ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ഫോൾഡർ പോയി ഡിലീറ്റ് ചെയ്യണ്ട, ഫ്ലട്ടർ ക്ലീൻ കമാൻഡ് കൊടുത്താൽ മതി. സെൻറ്റർ ചെയ്യുക, എറർ ഒന്നുകൂടെ റൺ ചെയ്യുക, റെഡി ആയിക്കോളും. ഓക്കെ, അങ്ങനത്തെ എറർ ഫേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയാം. ആ പാക്കേജസ് ഉപയോഗിക്കുമ്പോഴും സെയിം എറർ ഫേസ് ചെയ്യാറുണ്ട് ഇടക്ക്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതൊന്ന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? ഹലോ ഇല്ല. ഓക്കെ, ഇടയ്ക്ക് പറഞ്ഞോട്ടോ. അതെ, നമ്മള് ടെക്സ്റ്റ് ഫീൽഡ് ടെസ്റ്റ് ഫീൽഡ് ഇന്ന് ചെയ്തില്ലേ, അത് നമുക്ക് ഒരു ക്ലാസ്സിൽ കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ കോൾ ചെയ്യുമ്പോ നമുക്ക് അതില് ചെറിയ ചെറിയ ചേഞ്ചുകൾ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് അതില് കളറും ആ കോൾ ചെയ്യുന്ന സ്ഥലത്ത് മാറ്റാൻ പറ്റുമോ? അത് പറ്റും. നമ്മ ഈ ടെക്സ്റ്റ് ഫോം ഫീൽഡ് അല്ലേ ഉദ്ദേശിച്ച? ടെക്സ്റ്റ് ഫീൽഡാ, ടെക്സ്റ്റ് ഫോം ഫീൽഡ്. ഇപ്പൊ ഇത് ഓക്കെ, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ഫോം ഫീൽഡ്. ഓക്കെ, എനിക്ക് ഈ ഹൗസ് നെയിം എന്ന സാധനം രണ്ട് രീതിയിൽ വരുത്തിക്കണം, അതാണ് അതിന്റെ കേസ് നോക്കാം. ഇപ്പൊ പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു വിഡ്ജറ്റ് ആയിട്ട് റാപ്പ് ചെയ്യാം. ഓക്കെ, എന്താണ്? ഹലോ അരുൺ, എക്സ്ട്രാക്ട് വിഡ്ജറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സാധാരണ കസ്റ്റം ആപ്പ് ബാർ ചെയ്യണ പോലെ തന്നെ ഒരു ചേഞ്ച് ഓൺ ചേഞ്ച് ആൻഡ് ഓൺ സേവ് ഒന്ന് ബ്രീഫ് ആക്കാമോ? ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം എന്താണെന്ന്. ഓക്കെ, ഓൺ ചേഞ്ച് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പൊ ടെസ്റ്റ് ഫോം ഫീൽഡ് ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കസ്റ്റം ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ,
യാ ഞാൻ കുഴപ്പമില്ല, ചെറിയ ഞാൻ പഠിക്കാനല്ലേ. ടാബ്ലറ്റ് ഉപയോഗിക്കാം, ഞാൻ അറിയാണ്ടായി പോയതാണ് കേട്ടോ, അതുകൊണ്ടാണ്. കോപ്പി ചെയ്യാം, ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യട്ടെ, ഇത് പോട്ടെ. ഓക്കെ, ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് ഫോം ഫീൽഡ് സെയിം വന്ന്, ഓക്കെ എല്ലാം സെയിം വന്ന്, അത് ഓക്കെയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ലൈക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ട്. ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഇനി ഞാൻ ഇത് രണ്ടെണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം അല്ല നമുക്ക് കിട്ടണം. നമുക്ക് സെയിം അല്ല, ഇപ്പൊ അരും പറഞ്ഞ പോലെ ചെറിയ ചേഞ്ചസുകളൊക്കെ വേണം അല്ലെ. അപ്പൊ അതെങ്ങനെ വരുത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, പണി ഭയങ്കര ഈസി പണിയാണ്. നമ്മൾ നേരത്തെ കസ്റ്റമർ ബാർ ചെയ്തപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഓക്കെ, ടെക്സ്റ്റ് ഫോം ഫീൽഡ് എടുക്കാം. ഇതിനിപ്പോ എനിക്ക് രണ്ടാമത്തെ പ്രൈസ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ പ്രൈസ് നമുക്ക് സെറ്റ് ചെയ്യണം ഹിന്റ് മാറുന്നതിനനുസരിച്ച്. അപ്പൊ ആ കേസ് ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ടെക്സ്റ്റ് ഹിന്റ് ടെക്സ്റ്റ് അല്ലേ, അത് മൗസ് കൊണ്ട് വെക്കുമ്പോ സ്ട്രിങ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ സ്ട്രിങ് കൊടുക്കാം. ഓക്കെ, പേര് ഇഷ്ടമുള്ള കൊടുക്കാം, ഞാൻ ഹിന്റ് ടെക്സ്റ്റ് തന്നെ കൊടുക്കുകയാണ്, കാരണം നെയിം കൺവെൻഷൻ കുറച്ച് ഈസി ആവും ആർക്കും ഉപയോഗിച്ചാലും. ഓക്കെ, പിന്നെ എന്നിട്ട് കസ്റ്റം ഫോം ഫീൽഡ് കൺസ്ട്രക്ടർ കൊടുക്കാം. എന്നിട്ട് കോപ്പി എടുത്തിട്ട് ഡോട്ട് ഹിന്റ് ടെക്സ്റ്റ്. ഓക്കെ, ഹിന്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് ഞാൻ ഈ സാധനം കോപ്പി പേസ്റ്റ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ റെക്കോർഡ് എന്ന് പറഞ്ഞ് കൊടുത്ത്, അല്ലെങ്കിൽ അത് അടിക്കാണ്ട് പോകണ്ടെന്ന് നോക്കിയിട്ടാണ്. ഓക്കെ, ഞാൻ റെക്കോർഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് വരട്ടെ. ഇവിടെ ഓക്കെ അല്ലേ, ഇവിടെ ഹിന്റ് ടെക്സ്റ്റ് എന്ന സാധനം വരും. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എൻഡ് ചെയ്യാം. ദിസ് അതേപോലെ തന്നെ ജസ്റ്റ് കോമേന്റ് ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണ് എക്സാമ്പിൾ കഴിഞ്ഞാൽ അല്ലേ, രണ്ട് ചേഞ്ചസ് വന്നു. ഇനി അതേപോലെ ഇത്രയും മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേഞ്ചസ് വരും. ഞാൻ കാട്ടിത്തരാം. അടിപൊളി സെറ്റ് സാധനം നിങ്ങൾക്ക് വർത്തിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഹിന്ദി സ്റ്റൈൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിന്റെ സ്റ്റൈൽ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ സാധാരണ സ്റ്റൈൽ ടെസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണ്, ടെക്സ്റ്റ് സ്റ്റൈല് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു കളറൊക്കെ സെറ്റ് ചെയ്യും. ഓക്കെ, കളേഴ്സ് ഡോട്ട് കളേഴ്സ് ഡോട്ട് വൈറ്റ് വേണ്ട, റെഡ് ആയിക്കോട്ടെ, കാരണം വൈറ്റ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പൊ റെഡ് സെറ്റ് ചെയ്യും. ഇനി ഇത് എനിക്ക് രണ്ടു വട്ടം മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ റെഡും അടിയത്തെ പച്ചയാവണം. അതാണ് നമ്മുടെ കേസെങ്കിൽ അതും ചെയ്യാൻ നോക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആദ്യം കളറിലേക്ക് പോവാം. കണ്ട റിട്ടേൺ ടൈപ്പ് കളർ അല്ലേ, അപ്പൊ ഇവിടെ ഉണ്ടാക്കേണ്ട സാധനം കളറിന് ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് പേര് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഉണ്ടല്ലോ ദിസ് ഡോട്ട് കളർ എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഈ കളർ ഉണ്ടല്ലോ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഉണ്ടല്ലോ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, കൊടുക്കാം. വേറൊന്നും അടിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ പണി പൂർത്തിയായിട്ടില്ല. നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല നമ്മുടെ പണി അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കളർ കൊടുത്തോല, കളർ ഡോട്ട് റെഡ് അതാണ് എനിക്ക് ആദ്യം വരേണ്ട. പിന്നെ ഇവിടെ ഇതിൽ റെക്കോർഡ് അല്ലാത്ത ഡിഫോൾട്ട് വാല്യൂ കൊടുത്തൂടെ? കൊടുക്കാൻ പറ്റുമോ? പറ്റും. അത് ഞാൻ കാട്ടിത്തരാം. ഇപ്പൊ കളേഴ്സ് ഡോട്ട് എന്താണ് ഗ്രീൻ അല്ലേ ഉള്ള, സോറി കളേഴ്സ് ഡോട്ട് ഓക്കെ സെറ്റ് ചെയ്തു ഒരു പച്ചേ അല്ലെ. ഇനി ഇതല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡിഫോൾട്ട് വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യും. ഇപ്പൊ നമ്മ ഒന്നും കൊടുത്തില്ല, അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ആഷ് കളർ അല്ലേ. നമുക്കല്ല ഡിഫോൾട്ട് പച്ച വേണമെങ്കിൽ ഡിഫോൾട്ടും കൊടുക്കാം. ഇവിടെ കളേഴ്സ് ഡോട്ട് ഇനിയിപ്പൊ ഇവിടെ നമ്മ രണ്ടാമത്തേന് നമ്മ കളർ കൊടുത്തിട്ടില്ലല്ലോ അല്ലേ, അത് നോക്കിയേ കളർ കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ്, ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് വാല്യൂ കളേഴ്സ് ഡോട്ട് കെ, അതെടുത്തു. ഓക്കെ, അത് മനസ്സിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായാലും നിങ്ങൾ റെക്കോർഡ് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇഫ് ഒക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്താൽ മതി. ഓക്കെ, ഡിഫോൾട്ട് നല്ലൊരു കോഡിംഗ് സ്റ്റൈലാണ്, ഇല്ലാന്നില്ല. പക്ഷെ പക്കാ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഞാൻ
കുഴപ്പമില്ല അത്. ഓക്കെ, കുറച്ചായിട്ട് ഓടിക്കഴിയുമ്പോൾ മനസ്സിലാവും താനിത് ഇനി പിന്നെ ഇതിന്റെ അടുത്ത ലെവലിലേക്ക്. ഇനി അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഇത് ഇങ്ങനെ ഇട്ടപ്പോ വേറെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഓൺ സേവും അത് സാധനങ്ങളൊന്നും ഇല്ല അല്ലെ. അപ്പൊ ഇവിടുന്ന് അങ്ങാടേക്ക് എടുക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫംഗ്ഷൻ ചെയ്തില്ലേ, അത് ഫംഗ്ഷൻ ഓൺ സേവ്ഡ്. ഓക്കെ, സേവ്ഡ് അവിടെ ഡോട്ട് ഓൺ സേവ്. എന്നിട്ട് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സാധനങ്ങൾ നമുക്ക് മാറ്റാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഓൺ സേവ് എന്ന സാധനം കൊടുക്കാം. ഓക്കെ, എററൊന്നും അടിക്കൂല, പക്ഷെ നമുക്ക് മോഡിൽ പോയിട്ട് ഓൺ സേവ് കൊടുക്കണം. ഓക്കെ, നമ്മ ഓൺ സേവ് കൊടുക്കാം. ഇവിടെ വാല്യൂ വരുമല്ലോ നമുക്ക് ഓൺ സേവിന്, അതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ഓക്കെ, അപ്പൊ ടെസ്റ്റ് കൊടുത്താൽ മതി, വേറെ പണിയൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ അടിച്ചഴിഞ്ഞാലും കണ്ട ആ ഒബ്ജക്റ്റ് എന്ന സാധനം പ്രിന്റ് ഔട്ട് ആയി. ഓക്കെ, അതും ഓക്കെ അല്ലേ? എങ്ങനെ എടുക്കണമെന്നുള്ളത് ആരെ ചോദിച്ചതിന്റെ അടുത്ത് ഏത് എങ്ങനെ മാറ്റേണ്ടത് കാര്യം ടെക്സ്റ്റ് ഫീൽ അങ്ങാടിയാണ് അരണ്ണല്ലേ ചോദിച്ചാ? ഹലോ അല്ലേ? അതെ, ഞാൻ തന്നെ ചോദിച്ചു. അല്ല, അപ്പൊ നമുക്ക് വാലിഡേറ്റർ ഒക്കെ എന്ത് ചെയ്യും? അപ്പൊ വാലിഡേഷൻ ഒക്കെ എങ്ങനെയാ നമ്മളിപ്പോ ഒന്നിന് മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ? അതും സ്പെസിഫൈ ചെയ്യാം. ഇപ്പൊ ഓൺ സേവ് നമ്മൾ ചെയ്തല്ലോ, ഓൺ സേവ് ഒക്കെ നമ്മൾ ചെയ്തല്ലോ. അതേപോലെ തന്നെ ഫംഗ്ഷൻ എന്നിട്ട് ഇവിടെ വാലിഡേറ്റർ എന്ന സാധനം കൊടുക്കാം. എന്നിട്ട് ഇവിടെ this ഡോട്ട് വാലിഡേറ്റർ കൊടുക്കാം. എന്നിട്ട് നാം ഇവിടെ വാലിഡേറ്റർ ഉണ്ടല്ലോ, അതിന് ആ പേര് കൊടുക്കാം, നമ്മൾ ഉണ്ടാക്കിയ വാലിഡേറ്റർ. എന്നിട്ട് മുകളിലേക്ക് പോവാം. മുകളിലേക്ക് പോയിട്ട് എവിടെ നമ്മുടെ കസ്റ്റം, ഇതല്ല നമ്മുടെ കസ്റ്റം അല്ലെ, ഇവിടെ വാലിഡേറ്റർ കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയുള്ള പണി. അല്ല, നമ്മൾ കോൾ ചെയ്യുമ്പോ ചിലതിൽ ആവശ്യം ഉണ്ടാവില്ല, അപ്പൊ അതിനൊക്കെ എറർ വരില്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോ വാലിഡേറ്ററിന് ഓൺ സേവ് ഡിഫോൾട്ട് നള്ളാണ്, മനസ്സിലായ? ഡിഫോൾട്ട് നള്ളാണ്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ എടുക്കുമ്പോ ഇവിടെ കണ്ട ഒരു വാല്യൂ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ലല്ലോ അല്ലെ. ഇവിടെ നോക്കിയ ഈക്വൽ ടു ട്രൂ എന്നല്ല സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇതെങ്ങനെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടിത്തരാം. അയ്യോ, ഞാൻ പറഞ്ഞില്ലല്ലോ. മൗസ് കൺട്രോൾ എടുക്കാം, നെക്കി പിടിക്കാം, നെക്കാം, കൺട്രോൾ പിടിച്ച് നെക്കാം. അപ്പൊ ഫ്ലട്ടറിന്റെ കോർ ഫയൽസ് ഉണ്ട്, അങ്ങാടേക്ക് ചാടി വരും. ഇത് ഫോം ഫീൽഡിന്റെ ഫയലാണ്, അതിലുള്ള വാലിഡേറ്റർ എന്ന സാധനമാണ് ഇത്. ഓക്കെ, അപ്പൊ വാലിഡേറ്റർ ഒക്കെ സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഇപ്പൊ ഇട്ടേക്ക് ഇത്തിരി കോംപ്ലക്സ് ആയിരിക്കും. ഈ വാലിഡേറ്ററിന്റെ ഇപ്പുറത്ത് ഈക്വൽ ടു ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒന്നും കൊടുത്തില്ലെങ്കിൽ നൾ വാല്യൂ ആണ്. ഒന്നും നിങ്ങൾ ഒരു വാല്യൂ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ നൾ വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ എറർ അടിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ ആലോചിക്കാം, ഈ അസേർട്ട് ഈ അസേർട്ട് നിങ്ങൾ നോക്കാം. അസേർട്ടില് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ചിലന് നോട്ട് നൾ എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നള്ള് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എറർ അടിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇതിന്റെ ഓട്ടോ ഫോക്കസ് ഫോൾസ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ അവിടെ ഓട്ടോ ഫോക്കസ് ഈക്വൽ ടു നൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എറർ അടിക്കും. ഇപ്പൊ ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ ടെക്സ്റ്റിനെ കാണിച്ചുതരാം, കാരണം ടെക്സ്റ്റിന്റെ ഒറ്റ ഒരു അസേർട്ട് ഉള്ളൂ. ഞാൻ കാട്ടിത്തരാം. അത് കോ ലൈബ്രറി കയറാത്തത് കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും കാണുമ്പോ, അതുകൊണ്ടാണ്. ഇത് ടെക്സ്റ്റിന്റെ ക്ലാസ് ആണ്. നമ്മ ഉണ്ടാക്കിയല്ലോ കസ്റ്റം ആപ്പ് ബാർ, അതേപോലെ ടെക്സ്റ്റിന്റെ ക്ലാസ് ആണ്. അവിടെ ടെക്സ്റ്റ് എടുക്കുന്ന എല്ലാ സാധനവും ഉണ്ടാവും, കണ്ടില്ലേ? സ്ട്രക്ചർ, സ്റ്റൈല് എല്ലാം ഉണ്ട്. ഓക്കെ, അതില് ഏറ്റവും അടി വരുമ്പോ ഇത് നോക്കിയേ, അസേർട്ട് എന്ന് എഴുതിക്കണ്ട. അസേർട്ടില് ഡാറ്റ ഈക്വൽ ടു നൾ, ഡാറ്റ ഈക്വൽ ടു നള്ളാണ് നിങ്ങൾ പാസ് ചെയ്യണമെങ്കിൽ ഈ എറർ ഉണ്ടാ, ഈ എറർ റെഡില് നിങ്ങളുടെ ഇവിടെ ഡീബഗ് ആണ്, നിങ്ങൾക്ക് ഡീബഗ്, ടെർമിനലാണ് ടെർമിനലിൽ അടിക്കും, എറർ അടിച്ച് നിൽക്കും നിങ്ങളുടെ ആപ്പ്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ, ടെക്സ്റ്റില് നൾ വാല്യൂ ഇട്ടാ നൾ വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എറർ അടിക്കും, മനസ്സിലായി? അതിനാണ് ഈ അസേർട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഫങ്ഷൻസിന് ഒരിക്കലും അങ്ങനെ പ്രശ്നമില്ല, ടെക്സ്റ്റിന് ഇങ്ങനെ പ്രശ്നങ്ങളുള്ളൂ. എന്തെങ്കിലും
അറിയണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് കൺട്രോളൊക്കെ പിടിക്കുക, ടെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഇങ്ങനെ പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വീട്ടും കണ്ടിട്ടുണ്ട് പോകണം. ഓക്കെ, അപ്പൊ ഇതേപോലെ അസേർട്സ് നോക്കിയാൽ മതി. ഇതാണ് അതെ, നമ്മുടെ വിഡ്ജറ്റ് ഉണ്ടാക്കാമോ, ഇതുപോലെ നമുക്കും വിഡ്ജറ്റ്സ് ഉണ്ടാക്കാമോ? ഉണ്ടാക്കാം. ഇപ്പൊ നമ്മളിപ്പോ കസ്റ്റം ആപ്പ് ബാർ ഉണ്ടാക്കിയല്ലോ, അതേപോലെ തന്നെയാണ് ഇതിലും. അസേർട്ട് വേണമെങ്കിൽ കസ്റ്റം ആപ്പ് ബാർ നിങ്ങൾക്ക് ഇതേപോലെ അസേർട്ട് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, യൂഷ്വലി ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനത്തെ ഇപ്പൊ ഇത് ഡാറ്റ ഈക്വൽ ടു നൾ ആണെങ്കിൽ നൾ വാല്യൂ കൊടുത്തില്ലെങ്കിൽ എറർ അടിക്കും. പിന്നെ അസേർട്ട് വേറെ പ്രോഗ്രാം ലാംഗ്വേജിൽ ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഞാൻ ഡാറ്റിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ബാക്കി ലാംഗ്വേജ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പക്കാ ബിഗിനേഴ്സ് ചിലപ്പോൾ അത് എന്താണെന്ന് ചിലപ്പോൾ ലൈറ്റ് എത്തിയില്ലാന്നിരിക്കും, മനസ്സിലായ? അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, നോ പ്രോബ്ലം. ഓക്കെ, നമ്മ മെയിൻ ആപ്പുകൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് കസ്റ്റം ആപ്പ്. അപ്പൊ യൂഷ്വലി 4-5 ആപ്പ് ഉണ്ടാക്കുമ്പോ ഇതേപോലെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, ഈ വിഡ്ജറ്റ്സ് ഒക്കെ അങ്ങാടിയാണ്, മനസ്സിലായ? അതിനുവേണ്ടി അത് ഓക്കെ ചെയ്യാ. ആരായിരുന്നു? അരുൺ. ഓക്കെ, ഇനി ആരുടെ ഉണ്ടായിരുന്നല്ലോ, നന്ദന, ശ്രീരാജ്. ഓൺ ചേഞ്ച് ഓൺ സേവ് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മ ആ ഫംഗ്ഷൻ പാസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അത് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. വേണമെങ്കിൽ ഞാനൊന്ന് ഡീപ്പായിട്ട് പറഞ്ഞുതരാം എന്താണെന്ന്. ഓക്കെ ഓക്കെ, നമ്മ ഇവിടെ ഈ ഓൺ സേവ് എന്ന് പറഞ്ഞ സാധനം കണ്ട, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ട്രിങ് ആണ് നമ്മ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ സേവ് ഒരു വാല്യൂ തരും, സ്ട്രിങ് എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഓൺ സേവ് ഫംഗ്ഷൻ തരും, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അത് ഇപ്പൊ സാധാരണ ഫീൽഡിലാണെങ്കിലും ഓൺ സേവിന്റെ മൗസ് വെച്ച് നോക്കിയേ, കണ്ട ഫംഗ്ഷൻ കണ്ട സ്ട്രിങ് തരും, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഓൺ സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്. നമ്മളുടെ സാധാരണ ബട്ടണിൽ ഓൺ പ്രസ് ഇല്ലേ, അല്ലെങ്കിൽ ജസ്റ്റ് എഡിറ്ററിൽ ഓൺ ടാപ്പ് ഉണ്ടല്ലോ, അതേപോലെ ഒരു ഫംഗ്ഷൻ ആണ്. ഒറ്റ വ്യത്യാസമുള്ളൂ, നമ്മ ഈ സാധനം ഉപയോഗിക്കുമല്ലോ, എന്താണ് ഹോം പേജ്, ഈ ഇതേപോലെ ഫംഗ്ഷൻ ഉപയോഗിക്കുമല്ലോ. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മ സാധാരണ എന്താ ചെയ്യാറ്, ഇവിടെ ഒന്നും കൊടുക്കില്ല അല്ലേ, കാരണം ഒന്നും വാല്യൂ റിട്ടേൺ ചെയ്യണില്ല. ഓക്കെ, അല്ലാണ്ട് ഇപ്പൊ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യണമെങ്കിൽ അവിടെ ഈ ബ്രാക്കറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഏത് ടൈപ്പാന്ന് പറയും. അപ്പൊ നമ്മ ഇവിടെ വാല്യൂ കൊടുക്കണം, അല്ലെങ്കിൽ എറർ അടിക്കും. ഓക്കെ, അതാണ് അവിടുത്തെ മെയിൻ കാര്യം. വാല്യൂ നമുക്ക് കിട്ടും. ഇനി എന്താണ് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോം ഫീൽഡ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫോം ഫീൽഡ്. ഇതിന്റെ ഉള്ളിൽ അടിച്ചിരിക്കുന്ന വാല്യൂ ആയിരിക്കും സ്ട്രിങ് ആയിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് എന്തടിച്ചാലും കിട്ടും കിട്ടാ, ഇന്നാന്നൊന്നുമില്ല, എന്തടിച്ചാലും അത് അങ്ങനെ തന്നെ ആയിട്ട് നിങ്ങൾക്ക് വാല്യൂല് കിട്ടും. ഓക്കെ, അത്രയും മനസ്സിലായ? അതായത് നന്ദന, ശ്രീരാജ്, അത്രയും ലൈറ്റ് എത്തിയ വാല്യൂ കിട്ടണത്. ഓക്കെ, ഇനി വാല്യൂ കിട്ടി. വാലിഡേറ്ററിനും ഓൺ സേവ് രണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാലിഡേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോം ഫീൽഡിൽ എന്തെങ്കിലും വാലിഡേറ്റ് ചെയ്യാം. അപ്പൊ ടെക്സ്റ്റ് പോരാ, അല്ലെങ്കിൽ ഇൻഡിജർ മാത്രം ആവണം. അപ്പൊ ഇൻഡിജർ അല്ലാണ്ട് വേറെ എന്തെങ്കിലും അടിച്ചാൽ എറർ കാണിക്കണം. അല്ലെങ്കിൽ പാസ്വേഡിന് 12 കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ കണ്ടിട്ടില്ലേ, ആ ഒരു കേസാണ്. അതിനൊക്കെ നമ്മൾ വാലിഡേറ്റ് പറയണം. ഓക്കെ, അങ്ങനത്തെ കേസുകൾ ചെയ്യാൻ വേണ്ടിയാണ് വാലിഡേറ്റ് ചെയ്യണം. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി പണിയാണ്. ജസ്റ്റ് വാല്യൂ കിട്ടൂല നമുക്ക്. അപ്പൊ വാല്യൂ വെച്ച് എന്ത് വേണം ചെയ്യാം. ഇപ്പൊ ഇഫ് വാല്യൂ ഡോട്ട് സോറി സ്ട്രിങ് ആണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതാണ് ലെങ്ത് വരാത്തത്. നമുക്ക് ശരിക്കുള്ള വാല്യൂല് വരാം. ഇവിടെ അല്ലേ. ഓക്കെ, വാല്യൂ ഡോട്ട് ലെങ്ത്. ഓക്കെ, ലെങ്തിനേക്കാളും ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ നമുക്ക് ഒരു സാധനം റിട്ടേൺ ചെയ്യാം. കണ്ടീഷണൽ ഓപ്പറേറ്ററിൽ റിട്ടേൺ വർക്ക് ചെയ്യൂല കേട്ടോ, സാധാരണ എല്ലാ ലാംഗ്വേജും അല്ല, ജാവയിലൊന്നും വർക്ക് ചെയ്യൂലല്ലോ. എന്റെ ഒരു റീഫ്ലക്സ് ആയിപ്പോയത്. അപ്പൊ വാൽ ഡോട്ട് ലെങ്ത് അത് 10 കൂടുതലാണെങ്കിൽ നമുക്കൊരു എറർ റിട്ടേൺ ചെയ്യണം. അതാണ് നമ്മുടെ കോഡെങ്കിൽ ജസ്റ്റ് ഇഫിൽ കൊടുക്കാം. എന്നിട്ട് റിട്ടേൺ എന്ന സാധനം നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യൂലോ, അത്രേ ഉള്ളൂ. അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, റിട്ടേണില് ടെക്സ്റ്റ് കൊടുക്കാം. എന്താണ് ടെക്സ്റ്റ്? ഇഷ്ടമുള്ള കൊടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ, സ്ട്രിങ് ആവണം. അല്ലാണ്ട് നമ്പർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എറർ അടിക്കും.
ഓക്കെ, സ്ട്രിങ് വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ റിട്ടേൺ നള്ള കൊടുക്കാം. ഓക്കെ, ഇതെന്താന്ന് പറഞ്ഞുതരാം. നള്ള അടുക്കട്ടെ. ഇനിയിപ്പോ ഇതേതാണ് ഞാനിപ്പോ അടിച്ചത്, പ്രൈസ് അല്ലേ. പ്രൈസിൽ ഞാൻ കുറെ അടിച്ചാട്. എന്നിട്ട് ഇതൊക്കെ ഇതണ്ടാ ഈ റെഡ് സാധനം, ഇതാണ് വാലിഡേറ്റർ. നമ്മ ഇവിടെ കൊടുത്തില്ലേ 10 കൂടുതലാണ്. ഇത് 10 കൂടുതലല്ലേ ലെങ്ത്. 10 കൂടുതലാണെങ്കിൽ ഇവിടെ റിട്ടേൺ ചെയ്യും. എന്ത്? ഈ സാധനം റിട്ടേൺ ചെയ്യും. അത് നമ്മൾ ഇഫില് റിട്ടേൺ കൊടുത്താൽ, റിട്ടേണിൽ ഇപ്പൊ നിങ്ങൾ എന്ത് കൊടുത്താലും അതായിരിക്കും റിട്ടേൺ ചെയ്യണം. ഇനി റിട്ടേൺ നള്ള് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോ ഈ കേസിൽ ഇപ്പൊ 10 കുറവാണ് അല്ലെ. ഈ ഒരു കേസിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഇതിപ്പോ എനിക്ക് ഒന്ന് റിട്ടേൺ ചെയ്യണ്ടല്ലോ, കാരണം എന്താണ്, അതൊക്കെ ഓക്കെയാണ്, നമ്മുടെ വാലിഡേഷൻ സെയിം ആണ്. അപ്പൊ ഒന്ന് റിട്ടേൺ ചെയ്യാതിരിക്കാനാണ് നള്ള് കൊടുത്ത. നള്ള് കൊടുക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോട്ടെ, കേട്ടാ വാണിംഗ് അടിക്കും. ഇത് നോക്കിയേ, മൗസ് നോക്കിയേ, ഒരു ബ്ലൂ കളർ ഉണ്ടാവും വാണിംഗ് അയക്കണ, ഡസന്റ് എൻഡ് വിത്ത് റിട്ടേൺ ടൈപ്പ്. അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു സാധനം കളയാൻ വേണ്ടി നള്ള്. ഇപ്പൊ നേരത്തെ നമ്മ അരുൺ ചോദിച്ചല്ലോ, ഫംഗ്ഷൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ എറർ അടിക്കില്ല. അത് എറർ അടിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നള്ളായിട്ട് വാല്യൂ എടുക്കും. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ നന്ദന ശ്രീരാജ്? യാ, അത്രേ ഉള്ളൂ കേട്ടാ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യൂലോ മാപ്പ്, സ്ട്രിങ്, ഇന്റ്, അതിന് നിങ്ങൾ ഒരു വാല്യൂ കൊടുത്തില്ലെങ്കിൽ ഡിഫോൾട്ട് നള്ളാണ്. ഓക്കെ, അതൊരു കാര്യമാണ്, ഡിഫോൾട്ട് നള്ളാണ്. അതുകൊണ്ടാണ് ഈ നേരത്തെ ഞാൻ ലിസ്റ്റ് ഒക്കെ ഉപയോഗിച്ചപ്പോ അല്ലെങ്കിൽ മാപ്പ് ഉപയോഗിക്കുമ്പോ ഇങ്ങനെ ഒരു സാധനം ഉപയോഗിക്കണം. കാരണം ഡിഫോൾട്ട് നള്ളാണ്. ഈ നേരത്ത് ഈ സാധനം ഇപ്പൊ അല്ലാണ്ട് ഈ സാധനം ആക്സ് ചെയ്യാൻ നോക്കിയാൽ ഞാൻ എററൊക്കെ അടിച്ച് നിൽക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഓർത്താ മതി, ഡിഫോൾട്ട് നള്ളായിരിക്കും. ഇപ്പൊ ഇത് ഫംഗ്ഷൻ ആണെങ്കിലും ഡിഫോൾട്ട് നള്ളായിരിക്കും വാല്യൂ. ഓക്കെ, വാറിന് വെച്ച് വാറിനല്ല, വാറിന് വാല്യൂ ഇല്ലാണ്ട് വെറുതെ കൂടും. പിന്നെന്താണ് നമുക്ക് ഇനി ഓൺ സേവ് അല്ലെ, അതല്ലേ നമുക്ക് ചോദിച്ചാൽ ഓൺ സേവ് വാലിഡേറ്റർ പോലെ തന്നെ സെയിം കേസ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒറ്റൊരു വ്യത്യാസമുള്ളൂ. വാലിഡേറ്റ് എന്താണ്? വാലിഡേറ്റ് ചെയ്യാനാണ്. ഓൺ സേവ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഡാറ്റ സേവ് ചെയ്യാനാണ്. ഓക്കെ, എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ വാലിഡേറ്റ് വർക്ക് ചെയ്യണത് ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ഡോട്ട് വാലിഡേറ്റ്. ഓക്കെ, വാലിഡേറ്റർ വർക്ക് ചെയ്യണം. ഓൺ സേവ് വർക്ക് ചെയ്യണമെങ്കിൽ കറന്റ് സ്റ്റേറ്റ് ഡോട്ട് സേവ് എന്ന് കൊടുക്കണം, എന്നാലേ ഓൺ സേവ് വർക്ക് ചെയ്യും. ഓക്കെ, ഫോമിൽ ഓൺ സേവ് വർക്ക് ചെയ്യുമ്പോൾ വാലിഡേറ്റർ പോലെ തന്നെ നമ്മുടെ ഓൺ സേവ് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ആ വാല്യൂ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സേവ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ സേവ് ചെയ്തത് മാപ്പിൽ സേവ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് വെറുതെ ഒരു വേരിയബിളിൽ സേവ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ മാപ്പിൽ സേവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ HTTP റിക്വസ്റ്റോ അങ്ങനെ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ ഈസി പണി ആയിരിക്കും. പിന്നെ ഒറ്റൊരു വേരിയബിളിലാണ് സേവ് ചെയ്യുന്നത്, മെമ്മറി കൺസപ്ഷൻ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, ഡിഫറെന്റ് വേരിയബിളിനേക്കാളും കൂടുതലായിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മാപ്പിൽ സേവ് ചെയ്യുന്നുള്ളൂ. അത് മനസ്സിലായ ഓൺ സേവിന്റെ സംഭവം? യെസ് അല്ലെ? പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, 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 വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? പിന്നെ നമ്മളിപ്പോ ഈ സ്റ്റാഗില് നമ്മള് ആ ഇതില്ലേ മറ്റേ ഹാർട്സിന്റെ ടച്ച് ചെയ്യുമ്പോ റെഡ് ആവണം, അങ്ങനെ എങ്ങനെ കണ്ടീഷൻ കൊടുക്കുന്നത്? എങ്ങനെയാണ് മെയിൻ ഫയലിൽ നമ്മളിപ്പോ ആ ഇതില്ലേ മറ്റേ പിക്ചർ ഒക്കെ നമ്മള് ഇമേജ് കൊടുത്തില്ലേ, അതിന്റെ മുകളില് ഒരു ഹാർട്ടിന്റെ ഐക്കൺ കൊടുത്തില്ലേ, മറ്റേ ഹോം പേജിൽ അതാണോ ഈ സാധനമാണോ? ചെയ്യാൻ പറ്റും. ഞാൻ അതെടുക്കട്ടെ, കുറെ ഫയൽ ഓപ്പൺ ആയി കിടക്കുകയാണ്. നമ്മുടെ ഹോം പേജ് അല്ലെ, ഹോം പേജില് പ്രൊഡക്റ്റിലാണുള്ളത്. പ്രൊഡക്റ്റ് എടുക്കാം. പ്രൊഡക്റ്റില് നമ്മുടെ ഹാർട്ട് ഷേപ്പ് എവിടെ കിടക്കണം നോക്കട്ടെ. ഇതാണ് നമ്മുടെ ഹാർട്ട് ഷേപ്പ് അല്ലെ. നമ്മുടെ ഈ കണ്ടെയ്നറിലാണ് ഹാർട്ട് ഷേപ്പ് കിടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഇപ്പത്തേക്ക് ഇത് വേറെ വിജിറ്റിൽ എടുക്കുകയാണ്. വേറെ വിജിറ്റിൽ അല്ലാണ്ട് എടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ എടുക്കണതിന്റെ മാറ്റർ പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ എടുക്കുകയാണ്. ഞാൻ സ്റ്റേറ്റ്ലെസ് അടിച്ച്. ഓക്കെ, സോറി, ഫേവറേറ്റ് നെയിം എന്ന് പറഞ്ഞ് ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ട് BTN എന്ന് പറഞ്ഞ് ഞാൻ വിജിറ്റ് ഉണ്ടാക്കി അതിലേക്ക് ഞാൻ സേവ് ചെയ്തു. ഓക്കെ,
ഇനിയിപ്പ ഇൻ കേസ് ഇവിടെ എനിക്ക് അങ്ങാടി ഇങ്ങാണ്ട് ഡാറ്റ അങ്ങാടി ഇങ്ങാണ്ട് മാറ്റണം. അപ്പൊ ഈ സാധനത്തിന്റെ പേരെന്താണ്? സ്റ്റേറ്റ്ലെസ് എന്ന് പറഞ്ഞിട്ടല്ലേ ഈ സാധനത്തിന്റെ പേര്. നമ്മ പഠിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്ലെസ്സില് ഡാറ്റ അതാണ് മാറില്ല, സ്റ്റാറ്റിക് പോലെയാണ് നമ്മ ആദ്യത്തെ ഡേയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ല, നമുക്കിത് അപ്പ മാറണം അല്ലെ, എന്നാ പേജ് റീലോഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താണ്? ഡൈനാമിക് പോലത്തെ ടൈപ്പ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ്ഫുൾ വിജിറ്റ് ഉപയോഗിക്കും. സ്റ്റേറ്റ്ഫുൾ വിജിറ്റ് അല്ലാണ്ട് നമുക്ക് ചെയ്യാട്ട എക്സാമ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് മാനേജ്മെന്റ് ഉപയോഗിക്കാം. ഫ്ലട്ടർ ഹുക്സ് എന്ന സാധനമുണ്ട്, ആ സാധനം ഉപയോഗിക്കാം. സ്റ്റേറ്റ് മാനേജ്മെന്റിൽ വല്ലതാണ് ഈ മോബെക്സ് പ്രൊവൈഡർ കുറെ ഇഷ്ടംമാരുണ്ട് യൂട്യൂബില്, അതേക്കാൾ ചവറുണ്ട്. അപ്പൊ എന്തായാലും ഉപയോഗിക്കാം. ബ്ലോക്ക് ഇഷ്ടംമാരുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ് പ്രൊവൈഡർ ഒക്കെ. അത് ഞാൻ ഇപ്പൊ ഇത് ഡിസ്കസ് ചെയ്യാത്തത് പറഞ്ഞാൽ ഇത്തിരി കോംപ്ലക്സ് ആയിരിക്കും, കാരണം അതിന്റെ ഇന്റേണൽ വർക്കിങ്. അതുകൊണ്ടാണ് ഇപ്പൊ സ്റ്റേറ്റ്ഫുൾ വിജിറ്റിലാണ് നമ്മൾ ചെയ്യണമെന്ന് ഓർത്തു. അപ്പൊ സ്റ്റേറ്റ്ഫുൾ വിജിറ്റ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് സ്റ്റേറ്റ്ലെസ് വരാം, കൺട്രോൾ ഷിഫ്റ്റ് R വെക്കാം. ഓക്കെ, സ്റ്റേറ്റ്ഫുൾ വിജിറ്റ് ആയി. ഇപ്പൊ സ്റ്റേറ്റ്ഫുൾ വിജിറ്റ് മാറുമ്പോ ചെലപ്പോ എറർ അടിക്കും. ചെലപ്പോ ഞാനിപ്പോ പുതിയ അപ്ഡേറ്റ്സിൽ കാണാറില്ല, ഫ്ലട്ടറിന്റെ പഴയ അപ്ഡേറ്റ്സിൽ കാണാറുണ്ട് ഈ ദിസ് ഇസ് നോട്ട് എ സബ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്ഫുൾ വിജിറ്റ്, സ്റ്റേറ്റ്ലെസ് വിജിറ്റ് എന്ന് പറഞ്ഞിട്ട് എറർ അടിക്കും. അത് കുഴപ്പമില്ല, കോഡ് അടിച്ചതിന് തെറ്റല്ല, ജസ്റ്റ് ഈ നമ്മുടെ റീസ്റ്റാർട്ട് ഉണ്ടല്ലോ നെക്കിയാൽ മതി, അപ്പൊ എറർ പോയിക്കോളും. ഓക്കെ, അത് നേരത്തെ സ്റ്റേറ്റ്ലെസ് വിജിറ്റ് ആയിരുന്നല്ലോ, അപ്പൊ പെട്ടെന്ന് കൺവേർട്ട് ചെയ്തപ്പോ നമ്മുടെ ഫ്ലട്ടറിന് മനസ്സിലാകത്തുണ്ടാണ് സ്റ്റേറ്റ്ലെസ് ആണോ സ്റ്റേറ്റ്ഫുൾ ആണോ എന്ന് മനസ്സിലാകത്തുണ്ടാണ്. ജസ്റ്റ് റീലോഡ് ഒക്കെ മതി. ഓക്കെ, അങ്ങനെ എറർ അടിച്ചാൽ മാത്രം. ഇപ്പോഴത്തെ കേസിൽ കാണാറില്ല, പണ്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ. ഇനി നമുക്ക് ഇത് നെക്കുമ്പോ മാറണം, അതാണ് നമ്മുടെ ടാസ്ക് അല്ലെ. അപ്പൊ നമുക്ക് ഇത് നമുക്ക് ജസ്റ്റ് ഡിറ്റർജന്റ് കൊടുക്കാം. ഇനിയിപ്പോ ഞാൻ ഐക്കൺ ബട്ടൺ ആക്കി ഇനി പണിയായില്ല. ഓക്കെ, ജസ്റ്റ് കൊടുത്തു, ഓൺ ടാപ്പ് കൊടുത്തു. ഓക്കെ, ഓൺ ടാപ്പ് കൊടുത്തു അല്ലെ, ഓൺ ടാപ്പ് കൊടുത്തു. ഓൺ ടാപ്പ് ചെയ്യുമ്പോൾ എന്താണ്? വർക്ക് ചെയ്യും, ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യും. എനിക്ക് ഫംഗ്ഷൻ വർക്ക് ചെയ്യേണ്ടത് ഈ ഫേവറേറ്റ് ബോർഡർ മാറ്റിയിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ഫുള്ളുള്ള ഷേപ്പുള്ള തന്നെ അല്ലെ. അപ്പൊ ആ ഫേവറേറ്റ് ബോർഡർ അല്ലാണ്ട് ഫേവറേറ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്, അങ്ങനെ തോന്നുന്നു എന്റെ പേര്, എന്റെ ഓർമ്മ അതാണ്. ഫേവറേറ്റ് എന്നൊരു ഐക്കൺ ഉണ്ട്, ഫുൾ ഹാർട്ട് ഷേപ്പ് വരും ഈ ബോർഡർ അല്ലാണ്ട്. എനിക്ക് അതാണ് വേണ്ടതെന്ന് ഓർത്തു. അതെങ്ങനെ വരുത്തുന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ബൂളിയൻ സെറ്റ് ചെയ്യാം. ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ട് സ്പെല്ലിംഗ് നോക്കണ്ട, ഒരു ബൂളിയൻ സെറ്റ് ചെയ്യാം. ഡിഫോൾട്ട് ആയിട്ട് ഫോൾസ് കൊടുക്കാം. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ട് ഫോൾസ് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഞാൻ ഇത് മാറ്റി കൊടുക്കുകയാണ്. ഇവിടെ ഫേവറേറ്റ് കൊടുത്തിട്ട് നമ്മുടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. എന്നിട്ട് ഇവിടെ ഞാൻ ഐക്കൺസ് ഡോട്ട് ഫേവറേറ്റ് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഇപ്പൊ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേവറേറ്റ് ഉണ്ടല്ലോ, ഫോൾസ് ആണെങ്കിൽ ഈ രണ്ട് കുത്ത് കഴിഞ്ഞിട്ടുള്ള ഈ സാധനം എടുക്കും ബോർഡർ. ട്രൂ ആണെങ്കിൽ ഫേവറേറ്റിന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഫേവറേറ്റ് എടുക്കും. അതാണ് ഇതിലിപ്പോ നടക്കുന്ന പരിപാടി. ഓക്കെ, അപ്പൊ ഞാനിവിടെ ട്രൂ എഴുതി വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കി കമോൺ വെയിറ്റ്. കണ്ടില്ലേ, ട്രൂ ആണെങ്കിൽ ബോർഡർ ആയിട്ട് കാണിക്കും. അത് ഓക്കെ അല്ലേ, അത്രയും. ഇനി കളറ് ചേഞ്ച് ചെയ്യാൻ കളറ് ചേഞ്ച് ചെയ്യാം, അത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നിൽക്കട്ടാ, അത് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ എഴുതിയിട്ട് നമുക്കത് മാറ്റണം എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നേരത്തെ നമ്മ റീലോഡ് എത്തിയപ്പോ മാറണം, അല്ലാണ്ട് മാറും. അതിപ്പോ ആപ്പില് റീലോഡ് വേറെ പേജിൽ പോയി തിരിച്ചു വരുന്നുണ്ട്, അല്ലാണ്ട് മാറും. ഞാൻ കാട്ടിത്തരാം ചെയ്യാൻ പാടും. ഈസ് ഫേവറേറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് കളറ് ഡോട്ട് റെഡ് അല്ലെങ്കിൽ കളേഴ്സ് ഡോട്ട് ബ്ലാക്ക്. ഓക്കെ, അപ്പൊ അതും ആയിട്ടുണ്ട്, നമ്മൾ അത് സെറ്റ് ചെയ്ത് റെഡ്. ഇനി ഫേവറേറ്റ് അല്ലാണ്ട് ഫോൾസ് ആണെങ്കിൽ ബ്ലാക്കില് ബോർഡർ വരും. ഓക്കെ, ഇനി ഇതെങ്ങനെ മാറാം, അതായിരിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ചിലപ്പോ ആലോചിക്കും ജസ്റ്റ് നമ്മ വാല്യൂ മാറ്റിയാൽ പോരെ എന്ന് ആലോചിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ ഫോൾസ് അടിച്ചു കഴിഞ്ഞിട്ട് ട്രൂ കൊടുത്തിട്ട് ഞാൻ പോയി നെക്കാണ് ഇവിടെ അല്ലെ, നെക്കാണ് മാറില്ല കേട്ടാ,
മാറൂല. ഇത് ജസ്റ്റ് എഡിറ്റർ വർക്ക് ചെയ്യാത്തല്ലേ, ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, വർക്ക് ചെയ്യാത്തല്ല. ഓക്കെ, മാറില്ല. അതെന്താ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഒരു വട്ടം സെറ്റ് സ്റ്റേറ്റ് അത് തന്നെ, നമ്മ ഒരു വട്ടം സാധനം റെൻഡർ ചെയ്യണല്ലോ. അപ്പൊ റെൻഡർ ചെയ്യുമ്പോ ആ സാധനം നമ്മ എഴുതണം, എന്ത് ഇത് അങ്ങാടി ഇങ്ങാട് മാറണം എന്ന് നമ്മ എഴുതുകയാണ്. പിന്നെ അടുത്ത വട്ടം റെൻഡർ ചെയ്യുമ്പോൾ എന്താണ്, ക്യാഷിന്നാണ് റെൻഡർ ചെയ്യണം. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ക്യാഷിന്നാണ് റെൻഡർ ചെയ്യണം. അതുകൊണ്ട് അത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല ആ ചേഞ്ചസ്, അതുകൊണ്ടാണ് അത് മാറാത്തത്. ഇൻ കേസ് നിങ്ങൾക്ക് മാറണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി പണിയാണ്. അതൊന്ന് റീലോഡ് ചെയ്യട്ടെ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിക്കാം. ഓക്കെ, സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിച്ചിട്ട് ഈസ് ഫേവറേറ്റ് ഈക്വൽ ടു ഫോൾസ്, ഫോൾസ് കൊടുക്കണ്ട, ഈസ് ഫേവറേറ്റ് എന്ന് ഇങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോ ലോഡ് ചെയ്ത് പറയാം എല്ലാം മാർക്ക് കണ്ടാ മാറണണ്ട, അങ്ങാടി ഇങ്ങോട്ട് മാറണണ്ട, ഇതൊക്കെ മാറിയ മാറണണ്ട. സംഭവം ഇത്രേ ഉള്ളൂ. നേരത്തെ ഇവിടെ ഫോൾസ് അല്ലേ കൊടുത്ത, ഫോൾസ് കൊടുക്കാണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഇപ്പൊ ട്രൂ ആണെങ്കിൽ ഇവിടെ ഫോൾസ് വരും, ഈ സാധനം ഇട്ടുകൊണ്ട്, മനസ്സിലായ, എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടുകൊണ്ട്. ഇവിടെ ഫോൾസ് ആണെങ്കിൽ ഇത് ട്രൂ വരും. അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി സെറ്റ് സ്റ്റേറ്റ് ഇത് പറഞ്ഞുതരാം, കുറച്ച് ഡീപ്പായിട്ട് ടൈം എടുക്കും, ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം. ഈ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചത് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിച്ചു അല്ലെ, സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിച്ചാൽ മാജിക് അത് മാത്രം മാറില്ല ചെയ്യുന്നില്ല, അങ്ങനെ ഒരിക്കലും അല്ല, ഒന്നും മാജിക് അല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ ഒറ്റയടിക്ക് മാറല്ല ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിച്ചത്, ഈ സ്റ്റേറ്റ്ഫുൾ വിജിറ്റിൽ അല്ലെ. അപ്പൊ സ്റ്റേറ്റ്ലെസ്സിന് ഇല്ല, സ്റ്റേറ്റ്ഫുൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ബിൽഡ് എന്നുള്ള സാധനം ഇല്ലേ, നമ്മളുടെ ഈ ബിൽഡ്, അവിടെയല്ല നമ്മളുടെ ബിൽഡ് തുടങ്ങണം, ബിൽഡിങ് തുടങ്ങണം, നമ്മുടെ വിജിറ്റ് ബിൽഡ് ചെയ്താവണം. അവിടെ തൊട്ട് അടിയിലേക്കുള്ളത് ഒന്നും കൂടെ റീബിൽഡ് ചെയ്യും. ഓക്കെ, വെറുതെ സ്ക്രാച്ച് ചെയ്യുന്ന ഒന്നും കൂടെ റീബിൽഡ് ചെയ്യും, മനസ്സിലായ. അപ്പൊ റീബിൽഡ് ചെയ്യുമ്പോ ഇപ്പൊ എന്താണ് വാല്യൂ, ട്രൂ മാറി ഫോൾസ് അല്ലേ വാല്യൂ, അപ്പൊ ആ സാധനം ഫോൾസ് റീബിൽഡ് ആണ്. അങ്ങനെ ചെറിയൊരു നട്ട്ഷെല്ലില് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊരു സംഭവം. ഓക്കെ, ഈ സ്റ്റേറ്റ്ഫുൾ ഉപയോഗിക്കുമ്പോ ആ സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിക്കുമ്പോ ജസ്റ്റ് ബിൽഡ് ചെയ്ത് ഒന്നും കൂടെ റീബിൽഡ് ആവും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ആക്ച്വലി ഫുള്ള് റീബിൽഡ് ആവുന്നുണ്ടോ അതോ ആ ക്ലാസ് മാത്രം റീബിൽഡ് ആവുന്നുണ്ടോ, എങ്ങനെയാണ്? ഇല്ല, ഈ ക്ലാസ് മാത്രം, അതിന്റെ ആണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇതിപ്പോ നമ്മ ഫേവറേറ്റ് ബട്ടൺ അല്ലേ സ്റ്റേറ്റ്ഫുൾ, അവിടെ അല്ലേ സ്റ്റേറ്റ് ഉപയോഗിച്ച. അപ്പൊ ഇതിന്റെ ഉള്ളില് മാത്രമേ റീബിൽഡ് ആവുള്ളൂ, ഈ ക്ലാസിന്റെ ഉള്ളിൽ മാത്രം. ഈ ക്ലാസ് ബിൽഡ് ആവൂല, കാരണം സ്റ്റേറ്റ്ലെസ് ആണ്, മനസ്സിലായ, അതിന് റീബിൽഡ് ഇല്ല. അത് മാറ്റാനുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മ നേരെ തിരിച്ച് ഈ പ്രൊഡക്റ്റിനാണ് ഞാൻ സ്റ്റേറ്റ്ഫുൾ എന്ന് കൊടുത്തെങ്കിൽ ഈസി പണി ആയിരിക്കും ചിലപ്പോ. പ്രൊഡക്റ്റിനാണ് നമ്മ സ്റ്റേറ്റ്ഫുൾ എന്ന് കൊടുത്തെങ്കിൽ ബിൽഡ് ചെയ്യൂലോ, ഇപ്പൊ ഇവിടെ ഒരു ചേഞ്ചസ് തന്നെയുള്ളൂ. അപ്പൊ റീബിൽഡ് ചെയ്യുമ്പോ ഈ സ്റ്റാക്ക് ഉണ്ടല്ലോ, ഈ ഇമേജ് റീബിൽഡ് ആവും, ഈ ടെക്സ്റ്റ് റീബിൽഡ് ആവും, എല്ലാം റീബിൽഡ് ആവും, ഇതും മാറും. ഓക്കെ, കുഴപ്പമില്ല, എല്ലാം റീബിൽഡ് ആവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം നമുക്ക് മാറിയാൽ മതി, പിന്നെ എന്താ നമ്മൾ എല്ലാം റീബിൽഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഒരു പെർഫോമൻസിന്റെ കുറച്ചൊരു കുറവുണ്ടാവും അല്ലെ. ആ കുറവ് പരിഹരിക്കാനായിട്ടാണ് നമ്മൾ ആ കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പറയണത് സ്റ്റേറ്റ്ഫുൾ വിജിറ്റ് അധികം ഉപയോഗിക്കരുത് എന്ന് പറയണം. സ്റ്റേറ്റ്ലെസ്സിൽ കൂടുതലും നോക്കാന്ന് പറയണത്. ഓക്കെ, പക്ഷെ ഇതില് നമ്മൾ ടെക്സ്റ്റ് ഫീൽഡ്സ് അല്ല ഫോംസ് യൂസ് ചെയ്യുന്നതിൽ നമ്മൾ സ്റ്റേറ്റ്ലെസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതോ സ്റ്റേറ്റ്ഫുൾ ആണ് ഫോം ഉപയോഗിക്കുമ്പോൾ? അത് സ്റ്റേറ്റ്ലെസ് സ്റ്റേറ്റ്ഫുൾ രണ്ടിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. അത് രണ്ടിലും ഉപയോഗിക്കാം. പക്ഷെ ഈ ലോഡിങ് സ്ക്രീൻ ഒക്കെ വരും. അപ്പൊ നാളെ നമ്മളെ HTTP റിക്വസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോ ലോഡിങ് സ്ക്രീൻ ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്ഫുൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ നിങ്ങളിപ്പോ ഒരു ഇന്റർമീഡിയറ്റ് ലെവലാണെങ്കിൽ നമുക്ക് ഇത് നോക്കാറുണ്ട്, ഞാൻ പ്രൊവൈഡർ സ്റ്റേറ്റ് മാനേജ്മെന്റ് ഉണ്ട്, നല്ല സാധനമാണ്. നമുക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ്ലെസ്സിൽ തന്നെ നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും. പ്രൊവൈഡറിന് ആക്ച്വലി സ്റ്റേറ്റ്ഫുൾ വേണ്ടല്ലേ? ഇല്ല, പ്രൊവൈഡർ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്, ചെറിയത് പറഞ്ഞില്ല, മനസ്സിലായാലേ കുഴപ്പമില്ല കേട്ടോ എല്ലാവർക്കും. പ്രൊവൈഡർ രണ്ട് വഴി ചെയ്യാം. ഒന്നില് പ്രൊവൈഡർ ഡോട്ട് ഓഫ് കോണ്ടസ്റ്റ് കണ്ടിട്ടില്ലേ? അപ്പൊ ആ സാധനത്തിന് ലിസൺ എന്നൊരു സാധനമുണ്ട്, അത് എപ്പോഴും ട്രൂ ആയിരിക്കുള്ളൂ. അപ്പൊ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റീബിൽഡ് ആവും. അതിന് നോട്ടിഫൈ ലിസണർ എന്നൊരു സാധനം ഉണ്ട്. അപ്പൊ അത് കാരണം ആ ചേഞ്ച് തന്നെ.
പിന്നെ അല്ലെങ്കിൽ കൺസ്യൂമർ എന്നൊരു സാധനം ഉണ്ട് പ്രൊവൈഡറിന്. കൺസ്യൂമർ വെച്ചിട്ട് അത് കൺസ്യൂമറെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ഇതേപോലെ വേറെ ഒരു വിജിറ്റ് ആയിട്ട് മാറ്റണ്ട. കൺസ്യൂമറിന്റെ ഉള്ളിലുള്ള മാത്രമേ റീബിൽഡ് ആവുള്ളൂ. അങ്ങനെ നമുക്ക് ഇന്ന സാധനത്തിന് മാത്രമേ നമുക്ക് ആക്കാം. ഓക്കെ, അതാണ് കൺസ്യൂമറിന്റെ ഒരു ഗുണം, പ്രൊവൈഡറിലുള്ളതാണ്. അല്ല, ഇത് പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ഫീൽഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ അപ്ലോഡ് ചെയ്തു. അപ്പൊ ആ ഒരു ഡാറ്റ നമ്മൾ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഫ്രണ്ട് ഹോം സ്ക്രീനിൽ എന്തെങ്കിലും ഡാറ്റ ചേഞ്ച് ചെയ്യേണ്ടതാണെങ്കിൽ അത്, അതായത് ഒരു സ്ക്രീനിൽ ചെയ്യുന്ന വേറൊരു സ്ക്രീനിലാണ് നമുക്ക് പ്രൊവൈഡർ ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ചിങ് വരുമോ? പ്രൊവൈഡറിൽ വരും. ആ ചേഞ്ചിങ് അപ്പുറത്തടിക്കും. സാധാരണ സെറ്റിൽ വരൂല, പ്രൊവൈഡറിൽ വരും. നമ്മളുടെ ഇപ്പൊ നമ്മ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നാളെ ഫ്യൂച്ചർ ബിൽഡർ എന്ന സാധനമുണ്ട്. അത് ഓരോ വട്ടം ഹോം പേജ് വരുമ്പോ ഫെച്ച് ചെയ്ത ഡാറ്റ, നമ്മൾ സേവ് ചെയ്ത ഡാറ്റ ഒന്നും കൂടെ ഫെച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ലെവലായ ഫുൾ പ്രൊവൈഡർ നമ്മൾ ഉപയോഗിക്കും. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ കുറെ സെർവർ റിക്വസ്റ്റ് പോകും. അപ്പൊ സെർവറിന് ലോഡ് കൂടും. അപ്പൊ നമ്മൾ പ്രൊവൈഡർ ഉപയോഗിച്ച് പരമാവധി നമ്മൾ സെർവർ റിക്വസ്റ്റ് കുറക്കും. രജിസ്റ്റർ ആയിട്ട് ഡാറ്റ സേവ് ചെയ്യും. അത് പ്രൊവൈഡർ നമുക്ക് സേവ് ചെയ്യാം. എന്നിട്ട് എവിടെ വേണമെങ്കിലും കോൾ ചെയ്യാം. അതാണ് പ്രൊവൈഡറിൽ വലിയ ലിസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്ന അത് പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുമോ? എങ്ങനെയാണ്? ഫ്യൂച്ചർ ബിൽഡറിൽ ചെയ്യാം, പ്രൊവൈഡർ ചെയ്യാം. ഇന്ന ചെയ്യാൻ പറ്റില്ല എന്നല്ല, പ്രൊവൈഡർ ഏറ്റവും കൂടുതൽ ഐ മീൻ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോ നമ്മള് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൂടുതൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് API യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ ലിസ്റ്റും പ്രൊവൈഡർ ചെയ്യാൻ കഴിയും അല്ലെ? പ്രൊവൈഡറിൽ ലിസ്റ്റും ചെയ്യാം. പ്രൊവൈഡറിൽ എന്ത് ഡാറ്റ ഇപ്പൊ നമ്മൾ ഇതേപോലെ ചില എന്ത് ഡാറ്റ വേണമെങ്കിലും അങ്ങാടിക്കാണ് പാസ് ചെയ്യാം. ഇന്ന ഡാറ്റ ഒന്നുമില്ല, എന്ത് ഫംഗ്ഷൻ വേണമെങ്കിൽ കോൾ ചെയ്യാം, അങ്ങനെ ഒന്നുമില്ല. കൂടുതൽ കുറെ ഡാറ്റ ഉണ്ടാകും പ്രൊവൈഡർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫ്യൂച്ചർ ബിൽഡർ പരമാവധി കുറക്കും നമ്മൾ. അതുപോലെ തന്നെ ഒരു ഡൗട്ടും കൂടി എന്നത് ചെയ്തില്ല. ഇപ്പൊ ഈ മാപ്പ് നമ്മൾ യൂസ് ചെയ്തല്ലോ, ഇപ്പൊ ഫോം ഫീൽഡ് ചെയ്ത സമയത്ത് ഫോമിൽ നമ്മൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് സേവ് ചെയ്തത്. ഓക്കെ, നല്ലൊരു സുഖമാണ്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇത് ലോക്കൽ ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്ന ഒരു കേസിലും ഇങ്ങനെ മാപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണോ ബെറ്റർ, അത് അല്ലാതെയാണോ, എങ്ങനെയാണ്? ലോക്കൽ ഡാറ്റാബേസിലല്ലേ? ലോക്കൽ ഡാറ്റാബേസ് ലോക്കൽ ഡാറ്റാബേസിൽ ഉപയോഗിക്കുമ്പോ എന്റെ ഓർമ്മയില് SQF ലൈറ്റിന് അതാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് മാപ്പായിട്ട് സേവ് ചെയ്യാം. മാപ്പായിട്ട് ജസ്റ്റ് സേവ് ചെയ്യുമ്പോൾ ഓരോ കീ ഓരോ ടേബിളിന്റെ ഫീൽഡ് ആയിട്ട് എടുക്കും. ആൾറെഡി ഇപ്പൊ ഞാൻ അവിടെ ക്ലാസ് മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ മോഡൽസിലേക്ക് ഡയറക്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ വീണ്ടും ഒരു മാപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അപ്പൊ മോഡൽസിലാണ് ചെയ്യണമെങ്കിൽ മോഡൽസിലേക്ക് ഡയറക്റ്റ് സേവ് ചെയ്തിട്ട് അങ്ങോട്ട് പാസ് ചെയ്താൽ മതി. പിന്നെ അത് മതി. നമ്മൾ ഇവിടെ മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ മാപ്പ് സേവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും അതിനേക്കാളും നല്ലതാണോ മാപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത്? ഇല്ല, മോഡലാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മ മോഡൽ ചെയ്യാത്തൊരവസ്ഥ വരുമ്പോ മാപ്പ് ഉപയോഗിക്കും. പിന്നെ HTTP റിക്വസ്റ്റ് കൊടുക്കുമ്പോ നമ്മ മാപ്പാണ് ജെയ്സൺ ആക്കണത്. അതെ, അവിടെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ കഴിഞ്ഞ നാളൊരു നമ്മളൊരു ഡെഡ് ഡേ ഉണ്ടായിരുന്നല്ലോ, ഡൗട്ടിന്റെ ഡേ മാത്രമായിട്ടുള്ള അന്ന് ചോദിച്ചിരുന്നല്ലോ. രണ്ടും കൂടെ, അതായത് ലോക്കൽ DBയും നമ്മള് സെർവറും കൂടി കണക്ട് ചെയ്യുന്ന സമയത്ത്, അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മാപ്പ് ഞാനിപ്പോ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ലോക്കൽ DB ആകുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മോഡൽസ് മതി. അപ്പൊ ആ ഒരു കേസിൽ JSON ഒക്കെ കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫെച്ച് ചെയ്യാനോ അല്ലെങ്കിൽ പുഷ് ചെയ്യാനൊക്കെ നമുക്ക് പ്രയാസം വരും. വീണ്ടും ഞാൻ ഈ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് ഇല്ല, മോഡൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് മാപ്പിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അതായിരിക്കും നല്ലത്. ഒരു ഫംഗ്ഷൻ മാപ്പ് തന്നെയാണ് മോഡലിൽ ചെയ്യുന്നത്. ഒരു ചെറിയ മാപ്പിംഗ് അവിടെ ചെയ്യുന്നുണ്ട് ഞാൻ ഓൾറെഡി. അതപ്പോ കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. ഇല്ല, അത് നമ്മ മോഡലിൽ നിന്ന് പിന്നെ മാപ്പായിട്ട് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. എല്ലാ മാപ്പും നമുക്ക് മോഡല് ഇപ്പൊ നിങ്ങൾ ഏത് മോഡൽ ഉപയോഗിക്കണത് ആ മോഡല് മാപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ആ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. പിന്നെ എല്ലായിടത്തും കോൾ ചെയ്താൽ മതി. മനസ്സിലായ? അങ്ങനെ ചെയ്താൽ മതി. ഒന്നും കൂടെ പിന്നെ നിങ്ങൾ ഇതില് ഇപ്പൊ നമ്മളിപ്പോ ടെക്സ്റ്റ് ഫീൽഡിൽ നമുക്ക് നേരത്തെ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയി. ഇപ്പൊ ഹിന്റ് ടെക്സ്റ്റ് ഉണ്ടല്ലോ, അങ്ങനല്ലാതെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഏതെങ്കിലും സേവ് ചെയ്ത ലിസ്റ്റിൽ നിന്ന് ഡാറ്റ സെലക്ട് ചെയ്യാനുള്ളൊരു ഐ മീൻ അതിന്റെ ഒരു ഹിന്റ് വരുന്ന ഹിന്റ് ടെക്സ്റ്റുകൾ താഴത്ത് ഇങ്ങനെ വരുന്ന രൂപത്തിൽ ചെയ്യാൻ കൂടുതൽ പ്രയാസമാണോ? ഇല്ല, ഹിന്റ് ടെക്സ്റ്റ് എന്ന സാധനം ഉണ്ട്. പിന്നെ പാക്കേജസ് ഉണ്ട് ഹിന്റ് ടെക്സ്റ്റ് ഉപയോഗിക്കാൻ. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന പാക്കേജസ് ഉപയോഗിക്കാനേ അറിയുള്ളൂ. ഹിന്റ് ടെക്സ്റ്റ് എന്ന സാധനം ഉണ്ട്. ഹിന്റ് ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് ഡ്രൗൺ, അങ്ങനെ ഒരു പാക്കേജ് ഉണ്ട്. 2 പാക്കേജസ് ഉണ്ട്. ടൈപ്പ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കണ്ടു, പക്ഷെ അത് എന്തോ മനസ്സിലാവുന്നില്ല ആക്ച്വലി. അത് റീഡ് വ്യൂ ഒന്ന് വായിക്കണം. കുറെ പാക്കേജസ് ഉണ്ട്, ഇഷ്ടമാരുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ നമ്മ പാക്കേജസ് കുറവ് ഇനി ആൾക്കാരോട് ഇടാനാണ് പറയണത് ഇപ്പൊ മെയിൻ ഫ്രണ്ട് കമ്മ്യൂണിറ്റിയിൽ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പാക്കേജസ് ഇഷ്ടമാരി ഇപ്പൊ
നാവിഗേഷൻ ഉണ്ട്, ബോട്ടം നാവിഗേഷൻ. അതിന് തന്നെ ഒരു 10-20 എണ്ണം ഉണ്ട്, സെയിം സാധനം. ഈ ടെക്സ്റ്റ് അടിയിലേക്ക് തന്നെ 10-20 എണ്ണം ഉണ്ട്. കറക്റ്റ് ജസ്റ്റ് ചെറിയ പേര് വ്യത്യാസമുള്ളൂ. അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പാക്കേജിന്റെ എണ്ണം കൂടുതലുണ്ട്. അപ്പൊ ഇതേപോലെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഏതാ നല്ലത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, എല്ലാം ലൂസ്ലി ബിൽഡ് ആണ്, മനസ്സിലായ? അത് ഇപ്പോ നമ്മള് പാക്കേജ് ഇപ്പോ വേറെ ഏതൊരാൾക്കും ഉണ്ടാക്കിയിട്ട് അത് അപ്പ് ചെയ്തൂടെ പബ്ലിക്? അപ്പൊ നമുക്ക് ഏതാണ് ജെന്യൂൻ അത് നമുക്ക് വേർതിരിക്കാൻ ആക്ച്വലി ഇപ്പൊ ഗൂഗിളിന്റെ തന്നെയാണോ അതോ നമ്മള് ചെയ്യാൻ പറ്റൂന്നല്ലേ ഞാൻ കരുതുന്നത്. അങ്ങനെ നമ്മൾ അറിയാൻ കഴിയും. ഇപ്പൊ ഈ പാക്കേജ് ഉണ്ടാ, ഈ പാക്കേജിൽ റീഡ്മി എടുക്കുമ്പോ എവിടെ സാധനം ഇതുണ്ടോ ഡാട്ട് ലാങ് പാക്കേജസിന് എക്സാമ്പിൾസ് ഉണ്ടാവും. എക്സാമ്പിൾസിൽ ലിങ്ക് ഉണ്ടാവും, example.main.. അതെടുത്ത് കഴിയുമ്പോ നമുക്ക് ഇതേപോലെ എക്സാമ്പിൾസിലേക്ക് നമ്മുടെ ഒരു ഗിറ്റ്ഹബിലേക്കോ നമ്മുടെ പാക്കേജ് ഇട്ടിരിക്കുന്ന റിപ്പോയിലേക്കോ, ആ റിപ്പോന്റെ ആരാണ് റിപ്പോന്റെ ഇത് നോക്കാം. ഡാറ്റ ആണെങ്കിൽ അത് ഒഫീഷ്യലാണ്. പിന്നെ അതേപോലെ ഫ്ലട്ടറിനും ഉണ്ട്. പിന്നെ വേറൊരു രീതിയും കൂടെ ഉണ്ട് പാക്കേജ് അറിയാനായിട്ട്, നല്ല പാക്കേജ്. ഞാനൊരു പാക്കേജിന്റെ ഓർഡർ ഉണ്ട്, ഞാൻ കാട്ടിത്തരാം. നല്ല പാക്കേജ് ഉണ്ട്. ഇതണ്ട ലൊക്കേഷൻ, ഇതിന്റെ ഇവിടെ കണ്ടു ടാഗ് ഫ്ലട്ടർ ഫേവറേറ്റ് എന്ന് പറഞ്ഞ്. ഓക്കെ, ഈ ഫ്ലട്ടർ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാക്കേജ് ഏറ്റവും ഒപ്റ്റിമൈസ് രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ക സ്റ്റേബിളുമാണ്. അവിടെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പിൽ ഒരു ക്രാഷ് ഒന്നും വരില്ല, പിന്നെ സൈസ് ഒന്നും അധികം വരൂല. അപ്പൊ അതേപോലെ പ്രൊവൈഡറിനും ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, പ്രൊവൈഡറിന് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ പ്രൊവൈഡറിനും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കേജ് സെലക്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ സെലക്ട് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾസിൽ പോയി കഴിഞ്ഞാൽ ഇത് ഫ്ലട്ടറിന്റെ ആണെന്നാണ് എന്റെ ഓർമ്മ. ഈ പാക്കേജ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ പാക്കേജ് ഫ്ലട്ടറിന്റെ ആണെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ അവര് കുറച്ച് പാക്കേജ് ഉണ്ട്. പിന്നെ ഇമേജ് പിക്കർ എന്ന് പറഞ്ഞ പാക്കേജ്, അങ്ങനെ കുറച്ചൊക്കെ ഫ്ലട്ടർ ടീം തന്നെ ഒഫീഷ്യലി ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ഫ്ലട്ടർ ടീമിന്റെ ആണോ നോക്കാൻ? ജസ്റ്റ് ഫ്ലട്ടർ ടീമിന്റെ റിപ്പോയിലേക്ക് പോയാൽ മതി. കണ്ടില്ലേ, ഫ്ലട്ടർ ടീം ഉണ്ടാക്കിയ പാക്കേജസ് ആണ്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹലോ, വേറെ ആരെങ്കിലും പറഞ്ഞു? നിങ്ങൾക്ക് ആ ഹിന്റിന്റെ ഇൻഡെക്സിന്റെ സംഭവം കിട്ടാൻ നിങ്ങൾ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഞാനിപ്പോ പോസ്റ്റ് ചെയ്യാം. ഞാൻ ഒരു ആപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനത്തെ സാധനം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. കമോൺ, ഫൈസൽ മാത്രല്ല, എല്ലാവരും കൂടി പറഞ്ഞാണ്. ഒന്നുമില്ലല്ലോ, അത് നമുക്ക് നിർത്താം ഇന്നത്തെ സെക്ഷൻ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഡൺ.